നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖാർ എന്ന് പറഞ്ഞു, ലോകം ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഉറ്റുനോക്കുന്നു, പക്ഷേ നമ്മൾ നമ്മുടെ പൗരന്മാരെ തോൽപ്പിക്കുന്നു. അദ്ദേഹം അങ്ങനെ പറയാനുള്ളൊരു സുപ്രധാന കാരണം പാർലമെൻറ്റിൻ്റെ ശൈത്യകാല സമ്മേളനത്തെ സംബന്ധിച്ചാണ്. കാരണം ഫലപ്രദമായി ആ യോഗം വിനിയോഗിക്കാൻ, സഭാ സമ്മേളന കാലാവധി വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുകയാണ്. കാര്യങ്ങൾ പ്രക്ഷോഭത്തിൽ നിന്ന് തമ്മിൽ തല്ലിലേക്കെത്തി, അടിപിടിയിലേക്കെത്തി, പരാതിയുമായി ഒരു വനിതാ MP പോലും രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി. തമ്മിൽ തല്ലാനാണോ നമ്മുടെ പാർലമെൻറ്റ് വേദിയാക്കേണ്ടത്? ഇതിൽ പ്രതിപക്ഷം മാത്രമാണോ കുറ്റക്കാർ എന്ന ചോദ്യം കൂടിയാണ് പൊതുവേദി ഇന്ന് ഉന്നയിക്കുന്നത്. പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ മഞ്ചേരിയിൽ നിന്നുള്ള ശ്രീ മുഹമ്മദാണ്. ശ്രീ മുഹമ്മദ്, ഇതെന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന വലിയ ചോദ്യം ഉയരുകയാണ്. പാർലമെൻറ്റിൽ അടിപിടി നടക്കുന്നു, 2 MP-മാർ ICUവിലാകുന്നു. ഇതാണോ നാം ലക്ഷ്യം വെക്കുന്ന ഇന്ത്യൻ പാർലമെന്റ്? നമസ്കാരം സാറേ. നമസ്കാരം. ഇതെല്ലാം കണ്ടു കേട്ടു. പക്ഷേ എന്നിട്ട് എന്ത് തോന്നി ഇതെല്ലാം കണ്ടു കേട്ടിട്ട്? ഇത് ശരിയാണെന്ന് തോന്നിയോ? നമ്മൾ കേൾക്കുക എന്നുള്ളതല്ല, അവർക്ക് ഒട്ടും 2 കൂട്ടർക്കും ഒരു സഹനശക്തി ഇല്ല. പിന്നെ മറ്റേ ആള് പറഞ്ഞു, പിന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എഴുതി വളരെ ക്ലേശപ്പെട്ട് എഴുതിയ ഡോക്ടർ അംബേദ്കറിനെ പറ്റി വളരെ മോശമായിട്ട് പറഞ്ഞത് മറ്റുള്ളവർക്ക് അത് രസിച്ചില്ല. അത് മാത്രമല്ല, അത് ആർക്കും രസിക്കൂല. ആ ഭരണഘടനയാണ് ഇന്നും നടക്കുന്നത്. അതൊന്ന് മോഡിഫൈ ചെയ്ത് ഇപ്പത്തെ ഭരണ സൗകര്യാർത്ഥം ഒന്ന് മോഡിഫൈ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാറേ. അപ്പൊ കേന്ദ്രമന്ത്രി ഒരു മാപ്പ് പറയാൻ തയ്യാറാകണമെന്നായിരുന്നു താങ്കളുടെ അഭിപ്രായം, അല്ലേ? അതാണല്ലോ അതിനെ ഏറ്റവും അവരെ ശാന്തരാക്കാൻ നല്ലത് സാറേ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാജീവൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാജീവൻ, താങ്കൾ എന്ത് കരുതുന്നു? പാർലമെന്റ് 1 മിനിറ്റ് സമ്മേളിക്കാൻ ആവശ്യമായ പണം എത്രയാണെന്നറിയാമോ? 2.5 ലക്ഷം രൂപയാണ്. ശരാശരി പട്ടിണി പാവപ്പെട്ട ഒരു ഇന്ത്യക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന് 1 മിനിറ്റിൽ 2.5 ലക്ഷം രൂപയെടുത്ത് നടത്തുന്ന പാർലമെന്റ് ഇങ്ങനെ അടിച്ചു പിരിയുകയാണോ വേണ്ടത്? നമസ്കാരം സാറേ. നമസ്കാരം സാറേ, നമ്മുടെ ഈ പാർലമെന്റ് കൂടുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ സാധാരണക്കാരന്റെ ഒരു വിഷയങ്ങളും സംസാരിക്കുന്നില്ല. ഒരു ക്രിയാത്മകമായ ഒരു ചർച്ചകളും നമ്മുടെ പാർലമെന്റ് നടക്കുന്നില്ല. പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും അതിന് താല്പര്യമില്ല. ഈ അദാനി എന്ന് പറഞ്ഞ ഒരു നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ടാറ്റ നമ്മുടെ ഹൃദയത്തിൽ തട്ടിയ ബിസിനസ്സുകാരാ. ഒരു ബിസിനസ്സുകാരൻ അതേപോലെ അല്ല അദാനി അംബാനി, അവരെയൊന്നും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമില്ല. എനിക്കൊരു രാഷ്ട്രീയമില്ല, ഞാൻ നിഷ്പക്ഷമായ നിലപാട് ഉള്ള ഒരാളാണ്. പക്ഷെ നമ്മുടെ ഈ പ്രതിപക്ഷം ഒന്ന് മനസ്സിലാക്കണം, ഭരണപക്ഷം കൊണ്ടുപോകുന്ന വഴിയിലൂടെ ഇപ്പം അവരാണ് ശരിക്കും ഇവരെ നയിച്ചു കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് വേണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് രീതിയിൽ ഈ അദാനി അവിടെ നിൽക്കട്ടെ. നമ്മുടെ രാജ്യത്ത് വേണ്ട ക്രിയാത്മകമായിട്ടുള്ള ജനങ്ങളുടെ ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ, തൊഴിലില്ലായ്മകൾ, നമ്മുടെ ഭാരതത്തിലുള്ള യുവാക്കളെല്ലാം വിദേശ രാഷ്ട്രങ്ങളിൽ കാനഡയിൽ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ പോയി വളരെ നിസ്സാരപ്പെട്ട പൈസയ്ക്ക് മാട് പോലെ കിടന്ന് ജോലി ചെയ്യുന്നു. അവിടെ എല്ലാം ലെറ്റർ ഹെഡ് ആയിട്ടുള്ള ഓരോ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി വെച്ചിട്ട് അവരുടെ ഭയങ്കര വരുമാനമാണ് അവിടുത്തെ ഗവൺമെന്റിന്റെ. ഇതിന് പ്രതിപക്ഷത്തിന്റെ മാത്രം കുറ്റമല്ല, ഭരണപക്ഷം അവിടെ ഭരണപക്ഷത്തെ സംബന്ധിച്ച് അവർക്ക് ക്രിയാത്മകമായ ചർച്ച നടത്താൻ ഞാൻ ചോദിക്കുന്നത്, ക്രിയാത്മകമായി ചർച്ച അവിടെ നിൽക്കട്ടെ. ഈ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ തടയുന്നു. അദ്ദേഹം ആ തടയുന്ന ഘട്ടത്തിൽ അങ്ങോട്ട് കയറാൻ ശ്രമിക്കുന്നു. അത് ഉന്തുന്തള്ളിലും കലാശിക്കുന്നു. ഒരു 69-കാരനായ ഒരാളുടെ മേലേക്ക് ചെന്ന് വീഴുന്നു. അദ്ദേഹം പരിക്കേൽക്കുന്നു. അവർ പോലീസിൽ കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു. പോലീസ് കേസ് അന്വേഷിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യൻ പാർലമെന്റിൽ ഒരു MP എന്ന് പറഞ്ഞാൽ എത്ര വലിയൊരു തസ്തികയാണ്. ആ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ എത്ര വലിയൊരാളാണ് ഇന്ത്യൻ പാർലമെന്റിലെ ലോക്സഭയിൽ. പക്ഷേ സാറേ, ഒരു കാര്യം ഞാൻ പറയും സാറേ, നമ്മുടെ രാജ്യത്തുള്ള സാർ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സാറേ, മുകളിൽ നിന്ന് താഴെ വരെയുള്ള ഒറ്റ വസ്ത്രം മാത്രം ഉള്ളത് എന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് പോലും യാതൊരു വിധമായ വസ്ത്രവും ഇല്ലാതെ ഒറ്റ വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ടുള്ള പാവപ്പെട്ട കൃഷിവാലന്മാരുടെ രാജ്യമാണ് ഭാരതം. 90% ദരിദ്രനാരായണന്മാരാണ്. രാഷ്ട്രീയക്കാർ മാത്രമേ ഇവിടുത്തെ സമ്പന്നന്മാരും ബിസിനസ്സുകാരും മാത്രം. ഏതായാലും ഇത് എല്ലാവരും പഠിക്കേണ്ട ഒന്നാണ്. അതല്ല സാർ, ലോകം മൊത്തം നമ്മുടെ ജനാധിപത്യത്തെ ഇപ്പം ഇനി ഭാരതത്തിൽ ജനാധിപത്യം നിലനിൽക്കുമോ എന്നുള്ളതാണ്. ഇതാണോ ജനാധിപത്യം? ലോകം തന്നെ നമ്മുടെ ജനാധിപത്യം മാതൃകയായിരുന്നു.
ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു അപഹാസ്യമായി മാറുകയാണോ എന്ന് സംശയം. ഏതായാലും വേറെ ആളുകൾ കൂടി കാത്തു നിൽക്കുന്നുണ്ട്. വളരെ നന്ദി താങ്കൾ പ്രതികരിച്ചതിന്. പ്രദീപ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ പ്രദീപ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്, കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നയാളാണ്. എന്താണ് താങ്കൾക്ക് പറയാൻ ഉള്ളത്? ഈ പാർലമെൻറ്റ് സമ്മേളനത്തെ പറ്റി പറഞ്ഞത് ലോക്സഭ സമ്മേളിച്ചത് ആദ്യത്തെ ആഴ്ച ഏതാനും മിനിറ്റുകൾ മാത്രമാണ്, അടിപിടി മാത്രമാണ് അവിടെ നടന്നത്, ഒന്നും നടന്നില്ല എന്ന് അവിടെ നിന്ന് ലോക്സഭാ സ്പീക്കർ തന്നെ വ്യക്തമാക്കുന്നത്. രാജ്യസഭയുടെ കാര്യത്തിൽ 40% താഴെയാണ് പ്രവർത്തനക്ഷമത കാഴ്ചവെച്ചത് എന്ന് അതിൻ്റെ സഭാ അധ്യക്ഷൻ തന്നെ പറയുന്നു. ഇങ്ങനെ മതിയോ നമ്മുടെ പാർലമെന്റ്? നമസ്കാരം മിസ്റ്റർ മനു. നമസ്കാരം, ഗുഡ് ഈവനിങ് മിസ്റ്റർ മനു. ഞാൻ സ്ഥിര പ്രവേശകൻ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിയുന്നത്ര സമയം എന്റെ ഈ വെക്കേഷൻ സമയത്ത് കൂടെ ഞാൻ ഈ സമയം കണ്ടെത്തി ഞാൻ വിളിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഈ പൊതുവേദി ചായയോടൊപ്പം ഒരു കാപ്പി ചായയോടൊപ്പം ഒരു കടി എന്ന് പറയുന്ന പോലെ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ പൊതുവേദി തുടങ്ങിയതിൽ രണ്ടാമത്തെ പ്രേക്ഷകൻ വിളിച്ച ആളായിരുന്നു ഞാൻ. ആദ്യത്തേത് എനിക്ക് തോന്നുന്നു ഒരു ദാസൻ ചേട്ടൻ നമ്മുടെ കോഴിക്കോട് അവിടെ ഉള്ളതാണ്. പുള്ളി രണ്ടാമത് ഞാനാ വിളിച്ചത്. സോ ഐ സ്റ്റിൽ റിമെമ്പർ. സി മിസ്റ്റർ മനു, എന്റെ ഒരു ചോദ്യം എന്നുള്ളത്, ഇവരെന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ പാർലമെന്റിൽ പ്രശ്നം ഉണ്ടാക്കിയത്? എന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ 2 കാര്യം. 1 അദാനി, 2 അംബേദ്കർ, അല്ലെ? അത് മാത്രമല്ല, അദാനി മുതൽ അംബേദ്കർ വരെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. മണിപ്പൂർ ഉന്നയിച്ചു, ഉത്തർപ്രദേശിലെ സംഭാൽ വിഷയം വന്നു, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ അതിന്റെ ഇടയിൽ വന്നു. ഇല്ല, മറ്റതെല്ലാം ന്യായമായിട്ട് ഞാൻ പറയുന്നു, അത് ന്യായമായിരിക്കാം. പക്ഷെ അംബേദ്കർ അല്ലെങ്കിൽ അദാനി, ഇതിൽ ആദ്യത്തത് അംബേദ്കർ. ഈ അംബേദ്കർ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ ഭരണഘടന എഴുതുകയും അദ്ദേഹം ഇന്ത്യയിൽ ഏറ്റവും ആദരിക്കേണ്ട വ്യക്തിയായിരുന്നു. ഈ വ്യക്തിയെ നെഹ്റു എന്ന് പറയുന്ന ഇന്നത്തെ ഈ രാഹുൽ ഗാന്ധിയുടെയും ഈ പ്രിയങ്ക ഗാന്ധിയുടെയും പൂർവ്വപിതാവായ ഈ നെഹ്റു എത്രമാത്രം അധിക്ഷേപിച്ചിട്ടുണ്ടെന്ന് താങ്കൾക്കറിയാമോ? അദ്ദേഹത്തിന് കിട്ടേണ്ട ഒരവസരവും അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് തഴഞ്ഞിട്ടിരുന്നതാണ്. അതേപോലെ ഈ അംബേദ്കർ തന്റെ ചരിത്രത്തിൽ അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ നോവൽ ഇത് നമ്മുടെ ജീവചരിത്രം വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ അദ്ദേഹം പറഞ്ഞ 2 വാക്കുകളുണ്ട്. 1, കോൺഗ്രസ് എന്നത് ഒരു ദുരന്തമാണ്, അതിന്റെ ഏറ്റവും വലിയ ഉന്നതത്തിലിരിക്കുന്നതാണ് ഈ നെഹ്റു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്കുണ്ട്, കമ്മ്യൂണിസം. കമ്മ്യൂണിസം എന്നുള്ളത് ഇന്ത്യക്ക് ശാപമാണ്. അത് സ്വച്ഛാധിപതികളുടെ ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയാണ് കമ്മ്യൂണിസം എന്നൊരു സ്ഥാപനം അവർ ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്. ഈ നമ്മുടെ എ റഹീം ഉണ്ടല്ലോ, പൊതുമുതൽ നശിപ്പിച്ചിട്ട് ഇപ്പൊ ആരൊക്കെയോ ജയിപ്പിച്ചല്ല, ആരൊക്കെയോ ചേർന്ന് MP ആയിട്ട് അവിടെ വിട്ടിട്ട് ഒരു കോട്ടക് സൂട്ടൊക്കെ ഇട്ടുകൊണ്ട് വളവള വന്ന് സംസാരിക്കുന്ന ഒരു എ റഹീം ഉണ്ട്. ഈ റഹീം ഇന്നലെ കഴുത്തിൽ കെട്ടി തൂക്കിയിടുന്ന ആരുടെ പടം എന്നറിയാമോ? ഈ പറഞ്ഞ അംബേദ്കറിന്റെ പിക്ചറാണ്. അപ്പൊ ഇവർക്കെല്ലാം സ്ഥാപിതമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. പിന്നെ അദാനി നോക്കൂ, ഞാൻ അമേരിക്കയിൽ കഴിഞ്ഞ 22 വർഷമായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. താങ്കൾക്ക് അറിയാമായിരിക്കും. ഇന്ത്യയെ നശിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ലോകത്തിലെ ഒരു രാജ്യങ്ങളിലൊന്നും അമേരിക്കയാണ്. ഈ അമേരിക്കയ്ക്കൊപ്പം കൂട്ടുചെന്ന് ഹിൻഡൻബർഗിന്റെയും അതേപോലെ പല ഏജൻസിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ രാഹുൽ ഗാന്ധി. താങ്കൾക്കറിയാമോ, ഇന്ത്യ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ വളരെ വിഷമത്തോടും. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുമോ? അത് ഒരല്പം കടന്നു കഴിയല്ലേ? അത് കടന്നതല്ല മിസ്റ്റർ മനു. നോക്കൂ, നമ്മൾക്ക് ദാരിദ്ര്യം കൊണ്ട് മുങ്ങിയൊരു നാടാണെന്നേ. 70 വർഷം ഈ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ച് മുടിച്ച് ഇന്നൊരു കക്കൂസ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയും നിങ്ങൾക്കൊരു കക്കൂസ് തരാമെന്ന് പറയുമ്പോൾ വളരെ ആഹ്ലാദത്തോടെ ഒരു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനം, നമ്മൾ ഇന്ത്യയിൽ ഉടനീളം യാത്ര ചെയ്താൽ മനസ്സിലാവും കക്കൂസിന്റെ പ്രാധാന്യം എന്താണെന്ന്. ഒരു ടോയ്ലറ്റിന് വേണ്ടി വോട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും നമ്മുടെ നാട്ടിലുണ്ടെന്നേ, ഇന്ത്യയില്. അപ്പൊ അത്രയ്ക്കധികം മോശമാക്കി കൈയിട്ട് വാരി നാട്ടിലെ കട്ടുമുടിച്ച ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധി, ഞാൻ വിചാരിച്ചത് അദ്ദേഹം പക്വതയായിരുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ എന്റെയൊക്കെ പ്രായം വരെയുള്ള അദ്ദേഹത്തിന്, ഇദ്ദേഹം ഒരുപാട് ലോകം കണ്ട ആളാണ്. ഒരുപക്ഷെ നമുക്ക് നല്ല ഒരു പ്രധാനമന്ത്രിയെ ഭാവിയിൽ പ്രതീക്ഷിക്കാമെന്ന് കരുതിയ, ശരിക്കും പറഞ്ഞാൽ ഹീസ് വൺ ഓഫ് ദ സ്റ്റുപ്പിഡ് പേഴ്സൺ ഇൻ ഇന്ത്യ. ഏതായാലും മറ്റാളുകൾ കൂടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളേതായാലും പ്രതിപക്ഷ നേതാവല്ലേ, അദ്ദേഹത്തെ നമ്മൾ കുറെ കൂടി അംഗീകരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും പോട്ടെ. രാജേഷ് കാക്കനാട് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാജേഷ്, പാർലമെന്റ് എങ്ങനെ നടക്കണം എന്നാണ് സാധാരണഗതിയിൽ ആഗ്രഹിക്കുന്നത്? നമസ്കാരം. നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റൈറ്റ് ഹാൻഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ആയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ജനങ്ങൾക്ക് ഉപദ്രവകരമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളെ ഉപദ്രവിക്കാനൊക്കെ വരുന്നുണ്ടോ? അങ്ങനെയുണ്ടോ? സാറേ,
ജനങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ രാഹുൽ ഗാന്ധി? അല്ലോ ഞാൻ പറഞ്ഞത് നമ്മുടെ ഭരണത്തെ ഉപദ്രവിക്കുമ്പോ അത് ജനങ്ങൾക്കുള്ള ഉപദ്രവമാണ്. അങ്ങനെ ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി കാണിച്ച ഏറ്റവും വലിയ തെറ്റാണ്. എന്താ ജനാധിപത്യത്തെ കുറിച്ച് ഒരറിവില്ലാത്ത ഒരു പക്വതയില്ലാത്ത പ്രവർത്തനമാണ് ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി കാണിച്ചിരിക്കുന്നത്. എന്താണ് അദ്ദേഹം കാണിച്ചത്? കാരണം ഈ രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവാണ്. ഈ ഭരിക്കുന്ന BJP എന്ന ഞാൻ ചോദിച്ചത് അദ്ദേഹത്തിന് എന്താണ് താങ്കൾക്ക് ആ വിയോജിപ്പുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. രാഹുൽ ഗാന്ധി വിയോജിപ്പുണ്ടാവാനുള്ള കാരണം പുള്ളി ഒരു പ്രതിപക്ഷ നേതാവാണ്. അതിനാണോ വിയോജിപ്പ്? ഭരണപക്ഷങ്ങൾ തെറ്റ് കാണിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തിയാണ് ഈ. അദ്ദേഹം ചെയ്യുന്നില്ലേ? ഭരണപക്ഷത്തിന് തെറ്റ് ഉയർത്തി കാണിക്കുന്നില്ലേ? ഒരു തെറ്റല്ല ചൂണ്ടിക്കാണിക്കുന്നു. ഒരു ഭരണകക്ഷിയെ നമ്മൾ തള്ളിയിടുക അല്ലെങ്കിൽ ഒരു ഭരണകക്ഷിയെ നമ്മൾ ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ചെയ്യുന്ന മാതിരിയാണ് നമ്മുടെ ഈ. അദ്ദേഹം പാർലമെന്റിലേക്ക് കടക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ തടഞ്ഞു, അപ്പൊ അദ്ദേഹം ആരെയോ തള്ളി, അപ്പൊ അത് ഇങ്ങോട്ട് വീണു. അങ്ങനെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. എനിക്ക് പാർലമെന്റിലേക്ക് രാഹുൽ ഗാന്ധി കടന്നു വരുമ്പോൾ ആർക്കും തള്ളേണ്ട അവകാശമില്ല. പിന്നെ എങ്ങനെയാണ് പാർലമെന്റ് പ്രതിനിധിയാണ്. ആ പ്രതിനിധിയെ പാർലമെന്റിലേക്ക് കടക്കുമ്പോൾ ഭരണകക്ഷിക്കോ അല്ലെങ്കിൽ വേറൊരു കക്ഷികൾക്കോ തള്ളേണ്ട കാര്യമില്ല. അപ്പൊ തള്ളിന്നല്ലേ പറയുന്നത്? അദ്ദേഹം ആരോപണം അങ്ങനെയല്ലേ? ഏതായാലും താങ്കൾ പറയുന്നത് കുറെ കൂടി ഇവരൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ച് രാജ്യത്തിൻ്റെ നന്മ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കണമെന്നാണ് ഏതായാലും വ്യക്തമാണ്. ബാലകൃഷ്ണൻ വടകരയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഞാൻ ആലോചിക്കായിരുന്നു, ശ്രീ ബാലകൃഷ്ണനെ കുറേ ആയല്ലോ കണ്ടിട്ട്. ഇടയ്ക്കൊന്ന് വന്ന് പറഞ്ഞു ചെറിയ ദുഃഖത്തിലായിരുന്നു, മഹാരാഷ്ട്രയിലെ വിജയം ആഘോഷിക്കുകയായിരുന്നു എന്നൊക്കെ. പിന്നെ അതിനുശേഷവും കണ്ടില്ല. അപ്പോൾ ഇപ്പോഴും ആഹ്ലാദ പ്രകടനങ്ങളിലോ അല്ലെങ്കിൽ ആഹ്ലാദ സന്തോഷങ്ങളിലൊക്കെ ആയിരിക്കാം. ഏതായാലും ശ്രീ ബാലകൃഷ്ണനായിട്ട് ഇന്ന് സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. ശ്രീ ബാലകൃഷ്ണൻ, എന്താണ് ഈ പാർലമെൻറ്റിൽ ഇങ്ങനെ ഈ അടിപിടിയൊക്കെ ഉണ്ടാകുന്നത്? കുറച്ച് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? നമസ്കാരം. 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 നമ്മൾ ഈ പറയുന്നത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് പാർലമെന്റ്. ജനങ്ങളാണ് അതിലെ യജമാനന്മാർ. ഇവർ ഓർക്കണ്ടേ, അത് BJP ആയാലും കോൺഗ്രസ് ആയാലും ഏത് മത്സരിക്കുന്ന പാർട്ടി ആയാലും അതിവർ ലംഘിക്കപ്പെടുന്നുണ്ട് സാർ. കാരണം നമ്മുടെ വയനാട്ടിലെ ചർച്ച പാർലമെന്റിൽ നടന്നു. അപ്പോൾ പ്രതിപക്ഷം അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഭരണപക്ഷം മറുപടി കൃത്യമായിട്ട് പറയേണ്ടതാണ്. പക്ഷെ അത് പറയുമ്പോൾ അത് കേൾക്കാനുള്ള അവകാശം വോട്ടറായി എനിക്കും ഇന്ത്യയിൽ നികുതി അടക്കുന്ന ഏത് പൗരനുമുണ്ട്. അതിവർ തടസ്സപ്പെടുത്തുവാണ്. എന്തിനാണ് സാർ ഇങ്ങനെ തടസ്സപ്പെടുന്നത്? പിന്നെ രാഹുൽ ഗാന്ധി അവരിപ്പോ ഏറ്റവും ഒടുവിൽ അമിത്ഷായുടെ ഒരു പ്രസംഗത്തെ ചൊല്ലിയാണ്. ഇതുകൊണ്ട് അതൊരു സമവായത്തിലൂടെ ഇങ്ങനെ ഒരു വാക്കുപിഴ ഉണ്ടായിപ്പോയിരുന്നോ, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചിരുന്നോ എന്നൊക്കെ പറഞ്ഞ് കൂട്ടായി ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം തീരേണ്ടത്. 2 ദിവസത്തെ സഭാ സമ്മേളനം കണ്ടില്ലേ, രാവിലെ തന്നെ നിർത്തിവെക്കേണ്ട അവസ്ഥ. അടിച്ചു പിരിഞ്ഞു എന്നാ പറഞ്ഞത്. ഇതിൽ രസകരമായൊരു സാധനം, സാധാരണഗതിയിൽ വൈകുന്നേരങ്ങളിൽ ഒരു ചായയും കൂടി കുടിച്ചിട്ടാണ് ഇവർ പിരിയുക. ഇപ്പോൾ ഈ തല്ലുവടിയും കാരണം ഇന്ന് ചായ കുടിക്കാൻ സ്പീക്കർ ക്ഷണിച്ചു, പക്ഷേ പോകുന്നില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞു. ഞാനതിൽ സന്തോഷിക്കുന്ന ഒരാളാണ്. കാരണം അത്രയും പൈസ ഖജനാവിന് ലാഭം എന്ന് വേണമെങ്കിൽ കരുതാം. ഇങ്ങനെ തല്ലുകൂടുന്നവർ പിന്നെ പോയി നമ്മുടെ പൈസയ്ക്ക് ചായം കുടിക്കേണ്ട കാര്യമില്ലല്ലോ. റൈറ്റ്. ഞാൻ പറയുന്നത് എന്താ സാർ, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് പാർലമെന്റ്. അവിടെ പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിക്കാം, ഭരണപക്ഷത്തിന് മറുപടി പറയിപ്പിക്കാം. 100% ഉറപ്പാണത്. പക്ഷെ ആ മറുപടി പറയാനുള്ള അവസരം കൊടുക്കണം. നിയമസഭയാണെന്ന് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ധാരണ. ഇടതുപക്ഷമൊക്കെ അവിടെ ആകെ കുറച്ച് പേരല്ലേ ഉള്ളൂ. ഇടതുപക്ഷം എന്ന് പറയുന്നത് നമ്മുടെ രാധാകൃഷ്ണനാണ്, കെ രാധാകൃഷ്ണൻ. അദ്ദേഹം വളരെ മാന്യനാണ്, നല്ലൊരു മനുഷ്യനാണ്. അത് അവിടെ ആരെയും അറ്റാക്കൊന്നും ചെയ്യാൻ പോകുന്നു ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് അദ്ദേഹത്തെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല സാർ. പക്ഷെ ഇതൊക്കെ കാണിക്കുന്നത് എല്ലാവരും നാടകമാണ്. അതേ പറയാനുള്ളൂ. എന്തുകൊണ്ടാച്ചാല് ജനാധിപത്യത്തിൽ വോട്ടറാണ്. വോട്ടർക്ക് പാർലമെന്റ് നടക്കുന്നത് സഭാ TV കൂടി കാണാനുള്ള അവകാശമുണ്ട്. അത് ഇവർ ലംഘിക്കപ്പെടുന്നുണ്ട്. തള്ളിയിട്ടിട്ടുണ്ടെങ്കിൽ ഭരണപക്ഷ BJP അത് CCTV കാണിക്കണം. അത് കാണിക്കാത്തടത്തോളം ഞാൻ എന്താവൂല, സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഞാൻ RSS കട്ട സപ്പോർട്ടിന്റെ ആളാണ്. ശരി, യെസ്, വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം. രാജശേഖരൻ നായർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാജശേഖരൻ നായർ, ഇടക്കുളം. യെസ്. നമസ്കാരം. നമസ്കാരം.
അല്ല, ഞാൻ ആദ്യം ഒരു തമാശ പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാം. അതെ, നമ്മൾ പൊതുവേദി എപ്പോഴും ആളുകൾ ഈ പാർലമെന്റ് പോലെ ആകരുത്. ഇവിടെ കൂടുതൽ നമ്മൾ തർക്കിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും തമാശകൾക്ക് വലിയ പ്രാധാന്യം നമ്മൾ പൊതുവേദിയിൽ കൊടുക്കേണ്ടതാണ്. ഞാൻ ഈ പരിപാടി കാണുന്നതിന് തൊട്ട് മുമ്പ് ഡോക്ടറോട് ചോദിക്കാവുന്നൊരു പരിപാടിയാണ് കണ്ടുകൊണ്ടിരുന്ന ടിവിയില്. അപ്പൊ നിരവധി രോഗങ്ങൾക്ക് ആ ഡോക്ടറെ പ്രതിവിധി പറഞ്ഞു കൊടുക്കുന്നതും കേട്ടു. അതുകൊണ്ട് നമ്മുടെ ഈ MP-മാരെ എല്ലാം കൂടെ ഇതുപോലൊരു പരിപാടിയിൽ ഒന്ന് പങ്കെടുപ്പിക്കണം. ഇവർക്ക് പലർക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നാണ് അവരുടെയൊക്കെ പെരുമാറ്റം കാണുമ്പോൾ തോന്നുന്നത് അല്ലേ? തോന്നുന്നത് ചിലപ്പോൾ അതൊരു ചെറിയ പരിവർത്തനത്തിന് വഴിതെളിക്കും എന്നെനിക്കൊരു ചെറിയ അഭിപ്രായമുണ്ട്. ശരി. രണ്ടാമത് MP-യുടെ ഒരു ഉത്തരവാദിത്വം എന്താണ്? ബോക്സിങ്ങിനൊന്നും അല്ലല്ലോ നമ്മൾ അവരെ തെരഞ്ഞെടുത്ത് ഇന്ത്യൻ പാർലമെന്റിലേക്ക് വിട്ടിരിക്കുന്നത്. പക്ഷേ അവരത് ഒരു ബോക്സിംഗ് റിംഗ് ആക്കി മാറ്റി സഭയെ അല്ലേ? സഭയെ അവരൊരു ബോക്സിംഗ് റിംഗ് ആക്കി മാറ്റി. അങ്ങനെ അതിൽ പ്രാവീണ്യമുള്ളവരെ നമുക്ക് ഒളിമ്പിക്സിന് വിടാം. അവർക്ക് പാർലമെന്റിൽ നിങ്ങൾ പോരട്ടെ രാജിവെച്ചിട്ട്. പ്രശ്നങ്ങൾ ഈ രാജ്യത്തെ നീറുന്ന നൂറ് പ്രശ്നങ്ങളുണ്ട്. അവയൊക്കെ രാഷ്ട്രീയത്തിന് അതീതമായി പ്രേമചന്ദ്രൻ MP സംസാരിക്കുന്ന പോലോ ശശി തരൂർ സംസാരിക്കുന്ന പോലോ അന്തസ്സായിട്ട് എഴുന്നേറ്റ് ഇന്ന് സംസാരിക്കട്ടെ. പാർലമെന്റിനകത്ത് കൈ ഉയർത്തി മസിൽ പിടിച്ച് ബോഡി കാണിച്ച് സംസാരിക്കാനുള്ള വേദിയല്ലല്ലോ പാർലമെന്റ്. അവിടെ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും പരസ്പരം ബഹുമാനത്തോടും ജനങ്ങൾക്ക് മാതൃകയായിട്ടും ഈ ചർച്ച ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് ചിന്തിച്ച് സംസാരിക്കാനും എല്ലാം പഠിക്കണം. അല്ലാതെ കയ്യാങ്കളി നടത്തുന്ന സ്ഥലമല്ലല്ലോ. താങ്കളുടെ ആ തമാശയാണെന്ന് താങ്കൾ പറഞ്ഞെങ്കിലും അത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. ആളുകൾ അത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ അധികാര ശ്രേണിയിൽ ഇരിക്കുന്നവർ അത് കേൾക്കട്ടെ. ഞാനും ആഗ്രഹിക്കുകയാണ്. ദാസൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ദാസൻ, നമ്മൾ സഭയിൽ നിന്ന് രാജ്യത്തിലെ വികസനത്തിലേക്ക് നയിക്കുന്ന നിയമങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ പാർലമെൻറ്റിൻ്റെ സമ്മേളനം കഴിഞ്ഞപ്പോൾ രാജ്യസഭയുടെ അധ്യക്ഷൻ പറയുന്നു ഈ 26 ദിവസത്തിൽ ആകെ ചേർന്നത് 43 മണിക്കൂർ 27 മിനിറ്റ്. ഒരു മിനിറ്റിന് ഈ 2.5 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഖജനാവിൽ നിന്നുള്ള ചെലവ്. ഈ 43 മിനിറ്റ് ബാക്കി 43 മണിക്കൂർ 27 മിനിറ്റ് കഴിഞ്ഞുള്ള സമയത്തിനും നമ്മൾ പൈസ കൊടുക്കുകയാണ്. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. ശ്രീദാസന് എന്ത് തോന്നുന്നു? ഇങ്ങനെ മതിയോ നമ്മുടെ സഭകൾ? ഇതൊന്നും തീരെ ശരിയില്ല. ഇത്ര ഈ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഇത്ര ആഭാസങ്ങൾ കാണിക്കാനല്ല നിങ്ങളെ നമ്മൾ തെരഞ്ഞെടുത്ത ആളെ അയച്ചിട്ടുള്ളത്. അപ്പോ ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ പിടിച്ച് തള്ളിയെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം രാഹുൽ ഗാന്ധി അത്രമാത്രം ചെയ്യില്ല. പക്ഷേ ഈ രാഹുൽ ഗാന്ധിനെ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് രാഹുൽ ഗാന്ധിനെ മാറ്റി ഈ പ്രിയങ്ക ഗാന്ധിനെ പ്രതിപക്ഷ കുറെ മാറ്റം ഉണ്ടാവും. എന്നിട്ട് രാഹുൽ ഗാന്ധി തൽക്കാലം കുറച്ച് ലീവ് എടുത്തിട്ട് കൊളംബിയയിൽ പോയിട്ട് കുറച്ച് വിശ്രമിക്കട്ടെ. കൊളംബിയയിൽ പുള്ളിക്ക് കുറച്ച് ബന്ധുക്കളുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തിൽ ആളുകൾ ജയിപ്പിച്ചല്ലേ നമ്മളിപ്പോൾ അതൊക്കെ പറയാമോ? അദ്ദേഹം കൊളംബിയയിലേക്ക് പോയിക്കോട്ടെ എന്നൊക്കെ. അദ്ദേഹം ഇന്ത്യക്കാരനായ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ നിൽക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? കൊളംബിയയിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വരട്ടെ. പങ്കളില്ലേ നിൽക്കട്ടെ, പങ്കളിൽ സഹോദരിയല്ലേ, സഹോദരി നിൽക്കട്ടെ. നല്ല കഴിവുള്ള സ്ത്രീയാണ്. ഇന്ദിരാഗാന്ധിന്റെ അതേ ലെവലിൽ വരുന്ന പെണ്ണുങ്ങൾ സ്ത്രീയാണ്. അതുകൊണ്ട് അവര് വരട്ടെ. അവര് അല്ലെ, ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, കുറച്ച് വിശ്രമിക്കട്ടെ. പുള്ളി കുറെ ആയില്ലേ ഈ ജോഡയാത്ര നടത്തി സ്ഥിരീകരിച്ച് നിൽക്കുന്നുണ്ട്. ഏതായാലും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഒരു വനിതാ MP നാഗാലാൻഡിൽ നിന്നുള്ളതാണ്. അവര് വലിയ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അപമര്യാദയായി പെരുമാറി, ഉച്ചവെച്ച് അടുത്ത് വന്നു, തന്നോട് അപകീർത്തികരമായുള്ള തരത്തിലാണ് സംസാരിച്ചതെന്നൊക്കെ. ഇതെന്താണ് സംഭവിച്ചത് എന്ന് വിശദമായി വരേണ്ടതാണ്. പക്ഷേ അങ്ങനെയൊക്കെ ഉള്ള ഒരു അഭിപ്രായം പോലും പാർലമെൻറ്റിൽ നിന്ന് വരാൻ ആരും ഇടകൊടുക്കരുത്, വരാനും പാടില്ല. രാധാകൃഷ്ണൻ ചാത്തന്നൂർ, വളരെ നന്ദി ശ്രീദാസൻ എന്നൊരു പ്രേക്ഷകൻ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. പക്ഷേ അദ്ദേഹം ഈ അടുത്തായി കുറച്ച് ദിവസമായി ഞാനുമായിട്ട് സംസാരിച്ചിട്ട്, ഏതായാലും അദ്ദേഹത്തെ വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാനും കഴിഞ്ഞ സന്തോഷം. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ ഇടയ്ക്ക് ഞങ്ങളെയൊക്കെ മറന്നു, പക്ഷേ വീണ്ടും വന്നു അല്ലേ? ഇല്ല, ഞാൻ ഇടയ്ക്ക് മിക്കവാറും ദിവസങ്ങളിലായിരുന്നു നമ്മൾ തമ്മിൽ ഞാനുള്ള ദിവസങ്ങളിൽ വരുന്നില്ല എന്നാണ് അല്ലേ? കിട്ടാറില്ല. ഓക്കെ, നമ്മള് ഇതിന് സമാനമായിട്ടൊക്കെ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. നോക്കൂ, നമ്മൾ കൃത്യമായിട്ട് ഇതിനകത്ത് ഇപ്പൊ ഇവിടെ നടന്ന സംഭവം അല്ല ഇതിൽ പറയേണ്ടത്. ഇതിനകത്ത് കൃത്യമായി ഒരു രത്ന ചുരുക്കമുണ്ട്. കാരണം BJPയും അനുബന്ധ കക്ഷികളും ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ അവർക്ക് പ്രതിപക്ഷമില്ലാതെ എതിരാളികളില്ലാതെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്ത്യയിലുള്ളത്. പ്രതിപക്ഷമാണെങ്കിൽ 125 കഷണമായിട്ട് അവിടെ ഇവിടെ പ്രാദേശികമായിട്ട് പല പല ഈ സാമന്ത രാജാക്കന്മാരെ പോലെ ഓരോ സ്റ്റേറ്റിലും ഓരോ പ്രാദേശിക പാർട്ടികളുടെ നേതാവായിട്ട് ഭിന്നിച്ചും അവിടുത്തെ അധികാരം കൈയാളിയും അവർ സ്വയം നിർവൃതി നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷമില്ല. രണ്ടാമത്തെ കാര്യം, ആശയമില്ല.
നമ്മൾ തന്നെ ചിന്തിച്ചു. ഇപ്പൊ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞ തമാശയായിട്ട് പറയേണ്ട ഒരു കാര്യമല്ല. കോൺഗ്രസിനകത്ത് ഇപ്പൊ നടക്കുന്നത് താങ്കൾക്കത് ചിന്തിച്ചാൽ മനസ്സിലാവും. കോൺഗ്രസിൽ ഇപ്പൊ നടക്കുന്നത് രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി ഒരു ഫൈറ്റിംഗ് BJP ആയി സാധ്യമല്ല എന്ന് കോൺഗ്രസുകാർക്ക് അറിയാം. അതിന്റെ പുതിയ പരീക്ഷണമാണ് പ്രിയങ്ക. പ്രിയങ്ക എന്ന് പറയുമ്പോൾ ബുമറാങ് പോലെയാണ്. രണ്ട് കാര്യം നമ്മളിൽ ചിന്തിക്കാനുണ്ട്. പ്രിയങ്കയുടെ പിന്നിൽ ഒരു വിഭാഗം കോൺഗ്രസ് അണിനിരക്കുന്നതോടൊപ്പം ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾ വധേരയുടെ പിന്നിൽ രഹസ്യമായി അണിനിരന്നിരിക്കുകയാണ്. പ്രിയങ്കയെ മുന്നിൽ കൊണ്ടുവന്ന് ഇനി BJPക്ക് ഇപ്പോൾ തന്നെ ഭൂരിപക്ഷം കുറഞ്ഞു, ഒരു വലിയ അന്തരീക്ഷം ജനകീയത ഉണ്ടാക്കിയെടുത്തുകൊണ്ട് പ്രിയങ്കയെ മുൻനിർത്തിക്കൊണ്ട് ഈ നമ്മുടെ രാജ്യത്തെ ആകമാനം വിറ്റുകൊണ്ടിരിക്കുന്ന തരത്തിൽ ഇനി BJPക്ക് പല ഇമേജ് ഇല്ലാത്തതുകൊണ്ട് പുതിയ ഒരു പരിവേഷമുണ്ടാക്കി പ്രിയങ്കയെ കൊണ്ടുവരാൻ വധേരയുടെ നേതൃത്വത്തിൽ, വധേരയുടെ കേസുകളൊക്കെ എന്നെക്കാളും താങ്കൾക്കറിയാം, റിയൽ എസ്റ്റേറ്റ് കുംഭകോണങ്ങളടക്കം ധാരാളം കേസുകൾ BJPയുടെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ വൻകിട കോർപ്പറേറ്റുകൾ വധേരയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് പ്രിയങ്കയ്ക്ക് ഒരു വലിയ പരിവേഷം ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. ഇതൊക്കെ കോർപ്പറേറ്റുകളുടെ തന്ത്രമാണ്. അതവിടെ പക്ഷെ നമ്മൾ എല്ലാറ്റിനും ഈ കോർപ്പറേറ്റിനെ കയറി അറ്റാക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ പ്രതിഷേധിച്ചു, അതും കോർപ്പറേറ്റുമായി എന്ത് ബന്ധം? നമ്മളെങ്ങനെയാണ് അതിലേക്കൊക്കെ ഇവിടെ ഈ പാർലമെൻറ്റിൽ അവിടെ പോയി ഈ സംസാരിക്കുമ്പോൾ ആ വിഷയങ്ങൾ ഉയർത്തണം എന്ന പൊതുബോധമുണ്ടാവുകയും അങ്ങനെ ഒരു പ്രതിച്ഛായ ഉണ്ടാകും. നോക്കൂ, ഒരു നാഗാലാൻഡിൽ നിന്ന് വന്ന ഒരു MP പറയുകയാണ്, എന്നോട് വളരെ മോശമായി രാഹുൽ ഗാന്ധി പെരുമാറുന്നു. ഇങ്ങനെയുള്ള ഒരു സംസാരം പാർലമെൻറ്റിൽ നിന്ന് പുറത്തു വരാൻ പാടുണ്ടോ? രാഹുൽ ഗാന്ധി അങ്ങനെ ചെയ്തു എന്നൊന്നും ഞാനും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കമാണ് താങ്കൾ പറഞ്ഞത്. ഇപ്പൊ മോശമായി പെരുമാറാനും ഒരു കഴിവ് വേണം. ഈ മോശമായി പെരുമാറാനും കഴിവില്ല രാഹുൽ ഗാന്ധിക്ക്, ഭരിക്കാനും കഴിവില്ല, MP ആവാനും കഴിവില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മോശമായി പെരുമാറുന്നതൊന്നും ഒരു കഴിവില്ല. നമ്മൾ അതിനെയൊന്നും അങ്ങനെ പറയുന്നത് ശരിയല്ല. മോശമായ ഒരു സ്ത്രീയോട് പെരുമാറുന്നതിൽ എന്ത് കഴിവിരിക്കുന്നു? അതൊന്നുമല്ല. ഞാൻ അങ്ങനെ ചെയ്യുന്ന അദ്ദേഹം ശുദ്ധനാണ്, അദ്ദേഹം അതൊന്നും ചെയ്യത്തില്ല. സാധാരണ ഒരാളാണ്, നമുക്ക് കോൺഗ്രസിലെ മറ്റൊരാളാണെങ്കിൽ നമുക്ക് സംശയിക്കാം. രാഹുൽ ഗാന്ധി അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്ന് പറയാനായിട്ട് ഞാൻ കുറച്ച്. പക്ഷെ 2 MP-മാർ ICU-ലായി, അതാണ് ഇത്. പക്ഷെ ഇത് ഈ സഭ സമ്മേളിക്കുന്നില്ലല്ലോ. സഭ ചേരണ്ടേ? അവിടെ നേതാക്കൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കും. ഒരു ഇന്ത്യൻ പാർലമെന്റിന് ഒരുപാട് ദൗത്യങ്ങളുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ ഒന്ന് നിയമനിർമ്മാണമാണ്. കൃത്യമായ ഒരു നിയമനിർമ്മാണം രാജ്യത്തിന്റെ വികസനത്തിനായി നടത്തുക. അതുണ്ടോ? അതല്ലാതെങ്കിൽ പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളുണ്ട്, സാമ്പത്തിക ധനകാര്യ അധികാരങ്ങളുണ്ട്, ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നികുതി നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള അധികാരമുണ്ട്, പൊതു വിനിയോഗം നിയന്ത്രിക്കാനുള്ള അധികാരമുണ്ട്. ഭരണ സംവിധാനത്തിലിരിക്കുന്ന എല്ലാവരും പാർലമെന്റിന്റെ ഭാഗമാണ്. അങ്ങനെ ഭരണത്തിൽ വ്യക്തമായി ഇടപെടാനുള്ള അധികാരമുണ്ട്. അവിശ്വാസ പ്രമേയങ്ങൾ, അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവരാനുള്ള അധികാരമുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അധികാരമുണ്ട്, ഇംപീച്ച്മെൻറ്റ് പവറുണ്ട്. ഈ നാട്ടിലെ ഒരു ജഡ്ജിയെ പോലും വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ശരിയല്ല എന്ന് പറയാനുള്ള കൃത്യമായ അധികാരമുള്ള ഒരു ഇടമാണ് പാർലമെൻറ്റ്. അവിടെ നിന്ന് പുറത്തു വരുന്നത്, അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ ഒരു SI അങ്ങോട്ട് ചെന്ന് ഇപ്പോൾ പ്രശ്നങ്ങളല്ല, അല്ലെങ്കിൽ ഒരു CI അങ്ങോട്ട് ചെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ദുരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും വളരെ നന്ദി ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ. വളരെ ദിവസങ്ങൾക്ക് ശേഷം വിളിക്കുക, അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്നാണ് ചേരുന്നത്. സുരേന്ദ്രനുമായിട്ടും ഞാൻ സംസാരിച്ചിട്ട് കുറേ ദിവസങ്ങളായി. സുരേന്ദ്രനും ഇടയ്ക്ക് തിരക്കിലായി പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും പാർലമെൻറ്റ് ഒരു പ്രധാന വിഷയമായതുകൊണ്ട് അദ്ദേഹം ഇന്ന് നമ്മളോട് ഇപ്പം ചേരുകയാണ്. ശ്രീ സുരേന്ദ്രൻ, ഈ ചായ കുടിക്കാൻ വൈകുന്നേരമെങ്കിലും പോകാമായിരുന്നു എന്നൊരു അഭിപ്രായം ശ്രീ സുരേന്ദ്രനുണ്ടോ? പ്രതിപക്ഷങ്ങൾ സ്പീക്കർ വിളിച്ചപ്പോൾ. നമസ്കാരം സാറേ. നമസ്കാരം. സ്പീക്കർ ചായ കുടിക്കാനല്ല വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ സ്പീക്കർ ചായ കുടിക്കാനല്ല വിളിക്കുന്നുണ്ട്. അവിടെ രാജ്യസഭയിലെ അധ്യക്ഷനെതിരെ ആരോപണം ഉന്നയിച്ചു. അദ്ദേഹത്തെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇംപീച്ച് ഒരു പ്രമേയമൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ചായ കുടിക്കുന്നതിന്റെ അല്ല പ്രാധാന്യം. അദ്ദേഹം ചെയ്യേണ്ടത്, അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം ചായ കുടിക്കാൻ വിളിക്കുന്നതല്ല, പ്രതിപക്ഷത്തിന് കൃത്യമായി സംസാരിക്കാനായിട്ട് പാർലമെന്റിന്റെ ഇരു സഭകളിലും കൃത്യമായിട്ട് പ്രതിപക്ഷത്തിന് സംസാരിക്കാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുക. അങ്ങനെ കൊടുത്തില്ലേ? ഈ ലോക്സഭയിൽ അവസരം ഉണ്ടായില്ലേ? അല്ല, ലോക്സഭയിലെ അവസരങ്ങൾ കൊടുക്കുന്ന സാറൊന്നും നോക്കി. ഇപ്പൊ ഈ പാർലമെന്റ് ഭരണഘടനയെ കുറിച്ച് പരാമർശങ്ങളും കാര്യങ്ങളും വന്നപ്പോഴാണ് ഈ അംബേദ്കറും കാര്യങ്ങളും ഒക്കെ വന്നത്. അതിലാണ്. അപ്പോ കോൺഗ്രസിനെ പറയുന്ന കോൺഗ്രസിന് തിരിച്ചു പറയാനുണ്ടാവും. പ്രതിപക്ഷ നേതാവല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് എനിക്ക് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക വേണം അവിടെ. അതാണ് പാർലമെന്റ് അവസരം കിട്ടാത്തത് കൊണ്ടാണോ എല്ലാവരും കൂടെ കിടന്ന് ഈ ഒച്ച വെച്ചതും ബേളം വെച്ചതും ഈ കയ്യാങ്കളിയിലെത്തി 2 MP-മാർ ആശുപത്രിയിലാവുകയും ചെയ്തതൊക്കെ അതിന്റെ ഫലമായിട്ടാണോ? ആശുപത്രിയിൽ കിടക്കുന്നത് അവിടെ നിൽക്കട്ടെ. നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ വിഷ്വൽ പുറത്ത് നിൽക്കുന്നില്ല, അവിടെ കിടക്കുക.
അവര് കെടുക്കല്ലെങ്കിൽ വിഷ്വൽ പുറത്തു വിട്ട സാറെ, വിഷ്വൽ പുറത്തു വിടാണ്ട് നമ്മൾ എങ്ങനെയാണ് അത് വിശ്വസിക്കുക? വിഷ്വൽ പുറത്തു വിട്ട ഞാൻ അത് വിശ്വസിക്കും, അതാണ് ശരിയാണെങ്കിൽ ഞാൻ അത് വിശ്വസിക്കും. പിന്നെ ഞാനിപ്പോ രാഹുൽ ഗാന്ധി ഇവരെ തള്ളിയിട്ടുന്നു, ഇവർ രാഹുൽ ഗാന്ധി തള്ളിയിട്ടോന്നല്ല. പക്ഷെ രണ്ടുപേരും ഒരു ആരോപണം ഉന്നയിക്കും. രാഹുൽ ഗാന്ധി പറയുന്നു ഞാൻ കയറുമ്പോ എന്നെ തള്ളുന്നു, ഇദ്ദേഹം പറയുന്നു ഇദ്ദേഹം തള്ളിയിട്ട് വേറൊരാൾ എന്റെ മേലെ വന്ന് വീഴുന്നു എന്ന്. ഇതാണോ ഇന്ത്യയുടെ പാർലമെന്റ്? ഒരു മിനിറ്റിന് 2.5 ലക്ഷം രൂപ കൊടുത്ത് ഞാനും നിങ്ങളും നികുതി അടച്ച് നടത്തുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ രീതി ഇതാണോ? ഇതിൽ പ്രതിപക്ഷത്തിന് അങ്ങനെ കൈകഴുകി ഞങ്ങൾ വളരെ നല്ലവരാണ്, ഞങ്ങളല്ല ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ കഴിയുമോ? എനിക്ക് പറയാനുള്ള അവസരം തരും. നിങ്ങൾക്ക് പറയാൻ എത്രയോ അവസരങ്ങളുണ്ട്. പറഞ്ഞോ, കേൾക്കുന്നു. സാറേ, ഈ ഒരു പ്രതിപക്ഷ നേതാവ്, സാറ് നേരത്തെ പറഞ്ഞ എല്ലാവരും കൂടി ഒരു പ്രതിപക്ഷ നേതാവ് ഒന്ന് സംസാരിക്കുമ്പോൾ ഭരണപക്ഷത്ത് എന്തിനാണ് ഇത്രയും വലിയ കോലാഹലം ഉണ്ടാകുന്നത്? ഭരണപക്ഷത്തിന്റെ കടമ എന്താ? പ്രതിപക്ഷത്തെയും കൂട്ടി, അതാണ് സ്പീക്കർ. ആ സ്പീക്കർ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരേമാതിരി കണ്ട് മുന്നോട്ട് അവരെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ചുമതല ആ സ്പീക്കർക്കാണ്. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് സംസാരിക്കാനൊന്നും ഒരു അവസരം കൊടുക്കാണ്ട് ഒരു ചായയും വേറെ എന്തെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ല. സംസാരിക്കാനാണ് എം പിക്ക് അവസരം കൊടുക്കേണ്ടതെന്നാണ് അല്ലേ? അത് ഞാൻ സമ്മതിച്ചു. സംസാരിക്കാനുള്ള ഞാൻ പറഞ്ഞുതരാം. രാജ്യസഭയിലെ ജോൺ ബ്രിട്ടാസ് MP സംസാരിക്കുന്നുണ്ട്. ശശി തരൂർ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതേമാതിരി തന്നെയാണ് ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ സംസാരിക്കുന്നത്. എന്താ അദ്ദേഹത്തെ സംസാരിക്കാൻ തന്നെ അനുവദിക്കാറില്ല ഭരണപക്ഷം? കാരണം ഇദ്ദേഹം ആ പറയുന്ന പോയിന്റുകളുണ്ടല്ലോ, ഇവരുടെ കുറിച്ചുകൊള്ളുന്ന ഉത്തരങ്ങളാണ് ഇദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മറുപടി ഉണ്ടാവില്ല. അതേമാതിരി തന്നെ ശശി തരൂർ ഇവിടെ സംസാരിക്കുമ്പോഴോ ഇവരെ ഒന്നും സംസാരിക്കാൻ അനുവദിക്കാറില്ല. കാരണം ഇപ്പോഴാണ് അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഇതൊക്കെ പ്രതിപക്ഷത്തിന്റെ ആരോപണമാണ്. കുറെയൊക്കെ അവർ പറയുന്നിടത്ത് ന്യായം ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഒരു ശബ്ദമുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഏറ്റുമുട്ടണമല്ലോ. ഒരാൾ മാത്രം ബഹളം. ഇപ്പൊ പ്രതിപക്ഷം എഴുന്നേൽക്കുന്നു, സംസാരിക്കാൻ ശ്രമിക്കുന്നു, അവസരം കൊടുക്കുന്നില്ല, ഒച്ച വയ്ക്കുന്നു. അപ്പോൾ പാർലമെന്റ് പിരിച്ചുവിടേണ്ട സാഹചര്യം ഉണ്ടാവില്ലല്ലോ. അതാണ് പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുന്നത്. പ്രതിപക്ഷം ഭരണപക്ഷത്തെ വിമർശിക്കും. അതിന് അത് ഏത് എവിടെയാണെങ്കിലും, ഇപ്പൊ ഇവിടെ നോക്കൂ, നമ്മൾ കേരളത്തിൽ നോക്കൂ, ഇവിടെ കാണാറില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ പാർലമെന്റ് നടപടികൾ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത് എന്തിനാന്നേ? ഇത് ജനത്തിന്റെ പൈസ കൊടുത്ത് നടത്തുന്ന ഒരു സംവിധാനമല്ലേ? പക്ഷമാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പിന്നെ ഈ അടിപിടി കൂടുക, മറ്റൊരു വനിത വന്ന് പറയാതെ എന്നോട് വളരെ മോശമായി എന്ന് പറയും. ഇങ്ങനെയൊക്കെ പെരുമാറാനും ഇതിനും വേണ്ടി മാത്രമാണ്. ഇപ്പം ജഗ്ദീപ് ധൻഖാർ പറഞ്ഞ ഒരു കാര്യം വളരെ കൃത്യമാണ്. ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യത്തെ കണ്ടുകൊണ്ടാണ്. ഇതാണോ ജനാധിപത്യം എന്നൊരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി ഒരു ക്ലാസ് മുറിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചാൽ പാർലമെന്റിനെ കുറിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകൻ പഞ്ചപുച്ഛമടക്കി മിണ്ടാതെ നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് ഇത് മോശമാണ് ഈ പാർലമെന്റ് നടന്ന രീതി. അതിൽ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ മാറ്റി നിർത്തിയിട്ട് ആരെയും അങ്ങനെ കൈ കഴുകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മുന്നോട്ട് ഇങ്ങനെയല്ല പോകേണ്ടത് എന്ന് തീരുമാനിക്കേണ്ട വലിയ ഉത്തരവാദിത്തമുള്ളവരാണ് ഈ രാജ്യത്തെ പാർലമെന്റ് അംഗങ്ങൾ. ഇപ്പോഴും 20% ദരിദ്രനാരായണന്മാർ ഇവിടെയുള്ള, ഇപ്പോഴും കാളവണ്ടിയിൽ യാത്ര ചെയ്യുന്ന മനുഷ്യരുള്ള ഒരു നാട്ടിൽ ആണ് ഈ മനുഷ്യൻ്റെ സാധാരണക്കാരൻ്റെ വിയർപ്പ് തുള്ളിയിൽ നിന്ന് വരുന്ന നികുതി പണമെടുത്ത് മിനിറ്റിന് 2.5 ലക്ഷം രൂപ ചെലവഴിച്ചുള്ള ഈ പ്രഹസനവും കോലാഹലവും. അതാണ് അതിൻ്റെ അർത്ഥം. ശ്രീ രാജൻ കൊല്ലത്തു നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജൻ നിരവധി കാര്യങ്ങൾ തമാശ രൂപേണ അവതരിപ്പിക്കുന്നയാളാണ്. വലിയ സംഘർഷഭരിതമായ പൊതുവേദികളിലും തമാശയോടുകൂടി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. ശ്രീ രാജന് എന്ത് തോന്നുന്നു, ഈ പാർലമെന്റിൽ അടിപിടി നിർത്താൻ എന്ത് ചെയ്യണം? എന്റെ റിവ്യൂ ഒന്ന് കേട്ടോ. ഞാൻ അമിത്ഷായുടെ ആ വർത്താനം ഞാൻ പല പ്രാവശ്യം റിവ്യൂ ചെയ്ത് കണ്ടു. പക്ഷെ അതിനകത്ത് എനിക്ക് തെറ്റായിട്ടും തോന്നില്ല. അംബേദ്കർ എന്നൊരു 50 തവണ പറഞ്ഞപ്പോ അയാള് പറഞ്ഞു ഇത്രയും തവണ പറയുന്നത് കൊണ്ട് ഭഗവാന്റെ പേരെടുത്ത അത് അതിലും നല്ലതാണെന്നാ പറഞ്ഞു. അതിന്റെ അകത്ത് എന്താ അംബേദ്കറെ ആക്ഷേപിച്ചെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇവരിപ്പോ അംബേദ്കറിന് വേണ്ടി ഇവർ വെളിയിലിറങ്ങി. എന്നാൽ എന്താവശ്യത്തിനാണ് ഇത് ഇറങ്ങിയത്? ഈ ഇവിടുത്തെ തൊഴിലായ്മയ്ക്ക് വേണ്ടി അവരെ സമരം ചെയ്തില്ല, വഖഫ് ബോർഡിനെതിരെ സമരം ചെയ്തില്ല, ആൾക്കാരുടെ ആഹാര സാധനങ്ങൾക്കെല്ലാം വില കൂടുന്നു, വിലക്കയറ്റത്തിനെതിരെ സമരം ചെയ്തില്ല. ഈ വേണ്ടാത്ത കാര്യത്തിന് എന്തിനാ ഇവരെ സമരം ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ആദ്യമായിട്ട് ജയിച്ചു പോയതാ പ്രിയങ്ക വധേര. അവരവിടെ ചെന്ന് പറഞ്ഞ പോഷത്വം സാർ കേട്ടായിരുന്നോ? ഹിമാചൽ പ്രദേശിലെ ഭരണം മോശമാണ്, കൃഷിക്കാർക്കെതിരെ വളരെ മോശമായിട്ടുള്ള നിയമം പാസ്സാക്കുന്ന പറയുമ്പോ അടുത്തിരുന്ന ആള് പറഞ്ഞു, യോ
അവിടെ കോൺഗ്രസ് ഭരിക്കുന്നെന്ന് പറഞ്ഞു. ഇതുപോലെ ബുദ്ധിയില്ലാത്ത ആൾക്കാരെയൊക്കെയാണ് ഇവിടുന്ന് ജയിപ്പിച്ച് എന്തെങ്കിലും തെറ്റുപറ്റിക്കാണ് എഴുതി കൊടുത്ത എന്തെങ്കിലും തെറ്റുപറ്റിക്കാണ് ഇതുപോലുള്ള ആൾക്കാരെയാണ് ജയിപ്പിച്ച് വിടുന്നത്. അവിടെ ചെന്നിട്ട് ഇന്ന് രാത്രി എന്തൊക്കെ അവർക്ക് ഉണ്ടെന്നും പറഞ്ഞിട്ട് വലിയ പൊങ്ങി പോയതാണ്. എന്നിട്ട് പറയുന്ന മണ്ടത്തരം കേട്ട് ഞാൻ തന്നെ തലയെ കൈവച്ചു. അവരാദ്യമായിട്ടല്ലേ വരുന്നത്, ഇനി കുറച്ച് കഴിയുമ്പോ ഒന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ മണ്ടത്തരം വരാനിരിക്കുന്നേ ഉള്ളൂ. അതായത് ഒരാള് ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും മണ്ടത്തരങ്ങൾ പലതും എഴുന്നള്ളിക്കാൻ. പക്ഷെ നമ്മൾ ഇതിന്റെയൊക്കെ മുന്നേ അല്ലെ ശ്രീ രാജൻ, അവിടെയൊക്കെ പറയുമ്പോഴും ചരിത്രം നമുക്ക് മുന്നിൽ മറ്റൊരു ഉദാഹരണം കൂടി വെക്കുന്നുണ്ട്. ഗുങ്കി ഗുഡിയ അഥവാ മിണ്ടാത്ത പാവ എന്ന് ഇന്ത്യ വിളിച്ച ഇന്ദിരാഗാന്ധി പിന്നെ ഇന്ത്യയുടെ ദുർഗയായി മാറിയത് പാർലമെന്റിൽ നിന്നുള്ള തീക്ഷണമായ പരീക്ഷണങ്ങളെ അതിജീവിച്ചാണ് എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. അവർ തന്നെയാണ് 2.5 വർഷം ഇവിടെ അടിയന്തരാവസ്ഥ ഏൽപ്പിച്ച് ആൾക്കാരെ എല്ലാം തല്ലിയതും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഏതായാലും ഒരു ആശ്വാസം എനിക്കുള്ളത്, അടുത്ത 25 വർഷത്തേക്ക് കോൺഗ്രസിന്റെ ഈ തല്ലിപ്പൊളി ഈ പീരകളെല്ലാം കൂടെ ഭരിക്കാൻ ഏതായാലും വരില്ല എന്നുള്ളത് ഉറപ്പാണ്. മൂന്നാമത്തെ കാര്യം, ഞാൻ പിന്നെ കൊടിക്കുന്നിൽ സുരേഷിനെ കണ്ട് സത്യം പറയാൻ അറിയാതെ കരഞ്ഞുപോയി സാറ്. 9ാം തവണ ജയിച്ചിട്ട് പോയിരിക്കുകയാണ്. എന്ത് മാങ്ങാത്തൊലി അവിടെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തിനു വേണ്ടി ഇവനെയൊക്കെ ജയിപ്പിച്ച് വിടുന്നു എനിക്ക് ഒരു കാര്യത്തിലും മനസ്സിലാകുന്നില്ല. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. യൂട്യൂബിൽ നിരവധി പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ജെ യൂറോപ്പ് പറയുന്നു കുറുവടി സംഘം കുറുവടിയുമായി അങ്ങോട്ട് പോയി എന്നാണ് പറയുന്നത്. മുഹമ്മദ് പറയുന്നു ജയ് ജയ് രാഹുൽ ഗാന്ധി, രാഹുലിനെ തൊട്ടാൽ ബാബർ മറിയുന്നോ, വിവരം അറിയുമെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അതെല്ലാം അങ്ങനെയാണ് ഞാനും വിചാരിക്കുന്നത്. വിവരം അറിയുമെന്നാണ്. ആരെങ്കിലും തൊടുന്നതിലൊന്നുമല്ല കാര്യം, നമ്മൾ അങ്ങനെ വിവരം അറിയിക്കുന്നതിലുമല്ല കാര്യം. നമ്മൾ ശക്തമായ ആശയങ്ങൾ ഉന്നയിച്ച് പാർലമെൻറ്റിനെ ശക്തമായി അതിൽ ഇടപെടൽ നടത്താനായുള്ളൊരു വേദിയാക്കുക എന്നുള്ളതാണ്. യൂസഫ് എന്നൊരു പ്രേക്ഷകൻ ഈ പൊതുവേദിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസ്സുകാരുടെ കുഴി അവർ തന്നെ തോണ്ടി, ജനങ്ങൾ എല്ലാം മനസ്സിലാക്കി വരുന്നു, ഇതോടുകൂടി കോൺഗ്രസിൻ്റെ പൊടി പോലും ഉണ്ടാകില്ല എന്ന് വടക്കൻ യൂട്യൂബ് പറയുന്നു. ജോയ് പീറ്റർ പറയുന്നത് അണ്ടർ BJP വേർഡ്സ് വിൽ ബി സീൻ എന്നാണ്. ഇനിയും പ്രശ്നങ്ങൾ വരാനിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. രാജീവൻ VK പറയുന്നു കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നു എന്നാണ് രാജീവൻ പറയുന്നത്. സുജയ ഫിസിക്സ് എന്ന് എന്താണാവോ ഇങ്ങനെ പേര് വന്നാൻ കാരണം, ഫിസിക്സിനോട് വലിയ താല്പര്യമുള്ള ആളാണോ എന്ന് വിചാരിക്കാം. സുജയ ഫിസിക്സ് രാഹുലിനെ പിന്തുണ പ്രഖ്യാപിക്കുന്നു പൊതുവേദിയിലൂടെ. രാഹുലിന് ഒരു വലിയ ഹൃദയത്തിൻ്റെ ചിഹ്നമൊക്കെയാണ് സുജയ ഫിസിക്സ് അയച്ചിരിക്കുന്നത്. മുനീർ പറയുന്നു ഇത് BJP ചാനലായതുകൊണ്ട് മുനീറിന് വലിയ വിഷമമാണ് എന്ന്. ഏതായാലും മുനീറിൻ്റെ അഭിപ്രായം മുനീറിന് എങ്ങനെ ഉണ്ടായി എന്ന് എനിക്ക് അറിയില്ല. ഇവിടെ സത്യം ജയിക്കാൻ പാടില്ല, അധർമ്മം ജയിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുന്നു രവികുമാർ. ജനങ്ങളുടെ പണം അദാനിക്ക് വാരിക്കൊടുക്കുന്നതിൽ ദണ്ഡമില്ലേ എന്ന് മറ്റൊരാൾ ചോദിക്കുന്നു. എനിക്ക് ആർക്ക് ഈ ജനങ്ങളുടെ പണം ജനങ്ങൾക്ക് തന്നെ കൊടുക്കണം എന്ന അഭിപ്രായത്തോട് ഒരു വിയോജിപ്പുമില്ല. അതുതന്നെയാണ് നമ്മുടെ നയം. പ്രതിപക്ഷം പ്രതിഷേധിക്കാറുണ്ട്, ഭരിക്കുന്ന ഭരണപക്ഷം എങ്ങനെയാണ് പ്രതിഷേധിക്കുന്നത്, ആരോടാണ് പ്രതിഷേധിക്കുന്നത് എന്ന് ചോദിക്കുന്നു ഹുസൈൻ പടിയൂർ. ഹുസൈൻ്റേത് വളരെ കൃത്യമായ ഒരു ഇതാണ്. കാരണം പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നതിൽ കാരണമുണ്ട്, ഭരണപക്ഷം എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ടാക്സി വോൾഗർ എന്ന ഷാജി പറയുന്നു ജയ് ജയ് പ്രിയങ്ക എന്ന്, പ്രിയങ്കയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ കമൻറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഏതായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഷോർട്ട് ബ്രേക്ക്. പൊതുവേദി തുടരുകയാണ്. ബിനോയ് കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബിനോയ്, ഒരു സഭയിലേക്ക്, ഒരു പാർലമെൻറ്റിലേക്കായാലും മറ്റേത് സഭകളിലേക്ക് ഒരു അംഗം കടക്കുമ്പോൾ സ്വാഭാവികമായി നിവർത്തിക്കുന്ന ചില രീതികളുണ്ട്. സഭാനാഥനെ വണങ്ങുക, അതുപോലെ എഴുന്നേറ്റ് പോകുമ്പോൾ സഭാനാഥനെ വീണ്ടും വണങ്ങുക. അങ്ങനെ അത് ഒരു വ്യക്തിയോടല്ല, ജനാധിപത്യത്തോട് കാണിക്കുന്ന ഒരു മര്യാദയാണ്. അങ്ങനെയുള്ള മര്യാദകൾ പാർലമെന്റിൽ ഉണ്ട് എന്ന് ശ്രീ ബിനോയ് കരുതുന്നുണ്ടോ? 100% അങ്ങനെയുള്ള മര്യാദ കോൺഗ്രസ് എക്കാലവും നിലനിർത്തുന്നതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിലനിർത്തിയത്. പക്ഷെ ഇതിലെ പ്രശ്ന കാരണം എന്ന് പറഞ്ഞ ഇപ്പൊ പരിക്കേറ്റെന്ന് പറഞ്ഞ് കിടക്കുന്ന പ്രതാപ് ചന്ദ്രയും മുകേഷ് രജപുത്രയും അവർക്ക് ഒരു കുഴപ്പവുമില്ല. രാഹുൽ ഗാന്ധി അടുത്ത് പോകുന്നതിന് മുമ്പ് BJP-ക്കാരാണ് അവരെ തെള്ളിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് BJP-യുടെ MP-മാര് തന്നെ രാഹുൽ ഗാന്ധിയെ വിളിച്ചുകൊണ്ട് ചെന്ന് തൊട്ടടുത്ത് നിന്നിട്ട് അവര് പിന്നെ അവിടെ കിടന്ന് ബഹളം വെക്കുന്നതാണ് നമ്മൾ മീഡിയകളിലൊക്കെ കണ്ടത്. സത്യത്തിൽ ഇന്നത്തെ എല്ലാ പത്രങ്ങളും അത് കൃത്യമായി എഴുതിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി സംഭവം എന്തെന്നറിയാതെ തിരിച്ചവിടെ ബഹളം കേട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ഓടി ചെല്ലുമ്പോഴത്തേക്ക് അവിടെയുള്ള MP-മാര്
രാഹുൽ ഗാന്ധി നേരെ ബഹളം വെച്ച് വരെയാണ്. ഇതൊന്നും സത്യത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ അല്ല, പക്ഷേ ഇദ്ദേഹത്തിന്റെ തലയിൽ പരിക്കേറ്റ് ഒരു ചെറിയ ദൃശ്യം നമ്മൾ കണ്ടില്ല. അത് നടന്നതല്ലേ? ഇവിടെ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അവിടെ ഒന്നും തള്ളും നടന്നു, അടിപിടി നടന്നോ? അടിപിടി നടന്നില്ല. വളരെ ശാന്തമായി രാഹുൽ ഗാന്ധി ഒരു വഴിയിലൂടെ പോവുകയായിരുന്നു, പ്രതിപക്ഷം അങ്ങനെ ഒരു വഴിയിലൂടെ പോകുമായിരുന്നു, ഭരണപക്ഷ അംഗങ്ങൾ അങ്ങനെ പോയി. പെട്ടെന്ന് ഭരണപക്ഷത്തിലെ 2 ആളുകൾ ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി. അവർ രാഹുൽ ഗാന്ധി അതാണോ സത്യം? BJP എംപിമാരെ ഞാനൊരു കാര്യം പറയാം. നമ്മളെ പാർലമെന്റ് നിയമസഭ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഏറ്റവും പരിപാലനമായിട്ട് നോക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യയുടെ ഈ പാർലമെന്റ്. അവിടെ സത്യത്തിൽ ഈ BJPക്ക് കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെയാണ് ഇന്ന് BJP എംപിമാരും BJPയുടെ എല്ലാവരും. തുടക്കം എന്തുവാ? അതായത് അമിത്ഷാ അല്ല, ഞാൻ ചോദിക്കുന്നത് തുടക്കമേ ആയി അമിത്ഷായുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അമിത്ഷാ ഉന്നയിച്ച ഒരു കാര്യം പ്രതിപക്ഷം അത് ശരിയല്ല എന്ന നിലപാട് സ്വീകരിച്ചു. ആ പ്രതിഷേധം ശക്തമാക്കി. ആ പ്രതിഷേധത്തിൽ അമിത്ഷാ രാജിവെക്കണം, മാപ്പ് പറയണം എന്നൊക്കെ അതൊക്കെ മനസ്സിലാക്കുന്ന കാര്യമാണ്. പാർലമെന്റ് കൂടിയില്ല. മിനിറ്റിന് 2.5 ലക്ഷം രൂപ വെച്ച് ഇന്ത്യൻ പൗരൻ നൽകുന്ന ഈ പാർലമെന്റ് കൂടാതിരിക്കാൻ 2.5 ലക്ഷം നൽകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. എന്നിട്ട് അത് കഴിഞ്ഞ് ഒരു പ്രശ്നവും നടന്നില്ല, വെറുതെ 2 പേർ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആയതാണ്. പോലീസ് കേസ് ക്യാരക്ടറും ഈ പറയുന്ന മറ്റേ 2 പേരുടെയും ക്യാരക്ടർ തമ്മിൽ നോക്കി. ഇന്ത്യയുടെ ബഹുമാനീയനായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജനങ്ങളുടെ ഇടയിലൂടെ നടന്നു കയറിയ നേതാവാണ്. അതായത് ബഹുമാനീയനായ താങ്കൾക്ക് തന്നെ അറിയാം, അതായത് ഇന്ത്യ മൊത്തം നടന്ന ഈ നൂറ്റാണ്ടിലെ ഒരു ബഹുമാനീയനായ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഒരിക്കലും ഈ തരത്തിൽ വിവരമില്ലാത്ത രീതിയിൽ കാണിക്കില്ല. അവിടെ പ്രശ്നമുണ്ടാക്കിയത് BJPയുടെ എംപിമാർ. അവര് രാഹുൽ ഗാന്ധിയെ കായികമായി നേരിടാൻ നോക്കിയതാണ്. അവര് തമ്മിൽ നമ്മൾ വിഷ്വലിൽ കാണുന്നുണ്ട്. ഇന്നത്തെ എല്ലാ പത്രങ്ങളും News 18 പോലുള്ള നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള സ്ഥലമാണ് ആ സ്ഥലങ്ങളൊക്കെ. ഈ ഡൽഹി പോലെ സ്ഥലം News 18 തന്നെ നല്ല വിഷ്വൽ കാണിക്കുന്നുണ്ട്. ഇതിൽ രാഹുൽ ഗാന്ധി അല്ല പ്രശ്നക്കാരൻ. അതായത് ആ 2 എംപിമാരും രാഹുൽ ഗാന്ധിയുടെ നേരെ ആക്രോശിക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ മിക്ക പത്രങ്ങളുടെ ഫ്രണ്ട് ലൈനും അതാ. അത് കഴിഞ്ഞ് സാർ വേറൊരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി അവരുടെ എംപിമാര് ഈ പറയുന്ന 2 പേർക്കും അപകടം പറ്റിയെന്ന് അറിഞ്ഞ് പുള്ളി ചെന്ന് നോക്കുമ്പോ വീണ്ടും ഇവര് രാഹുൽ ഗാന്ധിയുടെ നേരെ അട്ടഹസിച്ച് വരികയാണ്. ഇതൊന്നും പാർലമെന്റിൽ നടക്കാൻ പാടില്ലാത്തതാണ്. പാർലമെന്റ് ഒരു ചന്ത, നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ ഒരു മീൻ ചന്ത കണക്കാണ് BJP ആക്കിയിരിക്കുന്നത്. BJPയുടെ അംബേദ്കർ പരാമർശത്തിന്റെ മീൻചന്ത പക്ഷെ വളരെ നല്ല ഇടപാട്ടോ. ഞാൻ മീൻചന്തയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നയാളാണ്. മീൻചന്ത വളരെ നല്ല സ്ഥലമാണ്. ഒന്ന് അവിടെ ചെറിയൊരു മണം ഉണ്ടാവും ഈ മീൻ കട്ട് ചെയ്യുന്നതിൻ്റെ കൊണ്ട്, പക്ഷെ അവിടെ വളരെ നല്ല മനുഷ്യരാണ്. അവിടെ ആരും അടിക്കാറില്ല, ആരും ഒരു അനാവശ്യം പറയാറില്ല, നല്ല മനുഷ്യരാണ്. അതൊന്നും ഇതുമായിട്ട് താരതമ്യം അവിടെ ഈ മീനിന് വിൽക്കാൻ വേണ്ടി ഒരു ബഹളം ഉണ്ടാവും. ലേലം അങ്ങോട്ടും ഇങ്ങോട്ടും ലേലം വിളിക്കുക, അത് അവരുടെ ഉപജീവനത്തിന്റെ ഭാഗമായി അല്ലാതെ അവിടെ ഒന്ന് ഈ അടുത്ത കാലത്തൊന്നും ഒരു മീൻചന്തയിൽ നിന്ന് ഒരു സ്ത്രീ ഇങ്ങനെ പോയി പറയുകയാണ് പ്രതിപക്ഷ നേതാവ് എന്നോട് അവമര്യാദയായി പെരുമാറിയെന്ന് പറയുന്നത് പോലെ പറയാൻ തക്ക ഒരു സാഹചര്യം അവിടെ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്നില്ല. 2 ആളുകൾ പോയി അഡ്മിറ്റ് ആകുന്ന ഒരു സംഗതിയും മീൻചന്തയിൽ നിന്ന് വരുന്നില്ല. നല്ല രീതിയിൽ നടക്കുന്നത്. ഏതായാലും വളരെ നന്ദി. താങ്കളുടെ അഭിപ്രായം. അതെ, അവരാദ്യമായിട്ടായിരിക്കും പാർലമെന്റിൽ വരുന്നത്. രാഹുൽ ഗാന്ധിയെ കണക്കുള്ള ഇന്ത്യയുടെ ലോകത്തെ ഏറ്റവും വലിയ നേതാക്കളിൽ 5 പേരിൽ ഒരാൾ ബഹുമാനിയനായ രാഹുൽ ഗാന്ധി. ഇദ്ദേഹം ആദ്യമായിട്ടല്ല പാർലമെന്റിൽ വരുന്നത്. ഇദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു, പ്രതാപ് ചന്ദ്ര സാരംഗി. നമുക്കറിയാം അദ്ദേഹം സൈക്കിളിൽ, ഞാൻ അങ്ങനെയാണ് ആദ്യം ശ്രദ്ധിക്കുന്നത്, സൈക്കിളിൽ വന്ന് സത്യപ്രതിജ്ഞയ്ക്ക് വന്ന കാര്യത്തെ തുടർന്ന്. അത് അതിന് മുമ്പ് 2 തവണ MP MLA ആയിരുന്നു. അപ്പൊ അത് അറിയാത്ത ആളുകളൊന്നുമല്ല, സഭാ പെരുമാറ്റ ചട്ടങ്ങൾ അറിയാത്തവരല്ല ആളുകൾ. ആ കാലം കഴിഞ്ഞില്ല. സാരംഗിയൊക്കെ ഇപ്പം അതായത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ പിടിയാളായിട്ട് നിൽക്കുക. ഇപ്പം അവരുടെ പാർട്ടിക്ക് അവരുടെ നേതാവ്, ഇവരുടെ ഈ പ്രതിപക്ഷത്തിന് അവരുടെ നേതാവ്, ഓരോ പാർട്ടിക്ക് ഓരോ. ഞാനിതില് ആരെങ്കിലും ഒരു വ്യക്തിക്കെതിരെ എങ്ങനെന്ന് പറയുമ്പോഴേ നമുക്ക് എല്ലാവർക്കും രാഹുൽ ഗാന്ധി അറിയാലോ. എന്താണ് ഞാൻ രാഹുൽ ഗാന്ധി അത്ര മോശക്കാരനാണെന്ന് വിചാരിക്കുന്ന ഒരാളെന്നല്ല, പക്ഷെ ഞാൻ പാർലമെന്റിൽ നിന്ന് വരേണ്ട ഒരു കാര്യമല്ല ഇത് എന്ന് തറപ്പിച്ച് പറയാൻ തന്നെ ആഗ്രഹിക്കുന്നു. ഏതായാലും ഇന്ത്യയിലുള്ള ജനങ്ങൾ BJPയുടെ ഈ അനാവശ്യമായുള്ള ഈ ഇടപെടലിലും ഈ അനാവശ്യമായ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുന്ന ഈ അനാവശ്യങ്ങൾ ഇന്ത്യയിലുള്ള ജനങ്ങൾ, സാധാരണക്കാർ അത് തെള്ളിക്കളയുക തന്നെ ചെയ്യും. ഇന്ന് ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാലും സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും BJP കാണിക്കുന്ന ഈ നെറികേട് ഇന്ത്യൻ ജനാധിപത്യത്തിനൊരു ചോദ്യചിഹ്നമാണ്. ലോകത്തൊമ്പാടും നമ്മളെ
വേറൊരു രീതിയിലേക്കാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആണോ എന്ന് പുച്ഛിച്ചു തള്ളുന്ന ഒരു അവസ്ഥയിലാണ്. അതിന് കാരണക്കാരി BJP എംപിമാരും അമിത്ഷായും ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ കാണിക്കുന്ന ഈ കൊള്ളാത്ത നടപടിയാണ് ഇതിനെല്ലാം മുഖ്യ കാരണം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും മറ്റൊരു ശ്രദ്ധിക്കുന്ന ആളാണ്. സന്തോഷം. അതിൽ ഏറ്റവും അധികം സന്തോഷം. താങ്കളുടെ പ്രതികരണത്തിന് ഞങ്ങളും വലിയ പ്രാധാന്യം നൽകുന്നു. അത് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ താങ്കളുടെ അഭിപ്രായം എന്ന നിലയിൽ അംഗീകരിക്കുകയും ചെയ്യുന്നു. മഹാരഥന്മാരായ വ്യക്തികളാൽ സമ്പന്നമായ പാർലമെന്റ് പ്രതിപക്ഷം പ്രത്യേകിച്ച് പക്വതയില്ലാത്ത നേതാക്കൾ മലീമസമാക്കുന്നു എന്ന് N. വിജയരാഘവൻ എന്നൊരു പ്രേക്ഷകൻ പൊതുവേദിയോട് സംവദിക്കുന്നു. ജനാധിപത്യത്തെ അവഹേളിക്കുന്ന രാഷ്ട്രീയ അടിമത്വം അവർ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നു. മറ്റൊരു മുഹമ്മദ് കുഞ്ഞി പറയുന്നത് ഞാൻ സംഘിയാണോ എന്നാണ് മുഹമ്മദ് കുഞ്ഞിയുടെ സംശയം. ശ്രീ മുഹമ്മദ് കുഞ്ഞി, ഞാൻ സംഘിയല്ല, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ സംഘിയാകും. ചിലപ്പോൾ മറ്റു ചിലർക്ക് ഞാൻ കൊങ്ങിയാകും, വേറെ ചിലർക്ക് ഞാൻ കമ്മ്യൂണിസ്റ്റാകും, കൊക്കിയാകും. അപ്പം നമുക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും പറയുന്ന ആളുകളോട് ഇങ്ങനെ അവരെ എന്തെങ്കിലും ഒരു തരത്തിൽ അധിക്ഷേപിച്ചാൽ നമുക്ക് ജയിക്കാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. പക്ഷേ അത് അത്ര കാലത്തേക്ക് നിലനിൽക്കില്ല. പാർലമെൻറ്റിൽ നമ്മൾ കണ്ടില്ലേ, കുഴുക്ക് വഴികളൊന്നും ജനത്തിന് മുന്നിൽ കാര്യങ്ങളിൽ അടിപിടി കൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീർക്കാനില്ല. കൃത്യമായ സംവാദങ്ങളാണ് ആവശ്യം. ചോദ്യങ്ങൾക്ക് ഉത്തരവും, ഉത്തരങ്ങൾക്ക് മുകളിൽ ചോദ്യവും, അങ്ങനെ പരസ്പരം ആശയ സംവാദം നടത്തുന്ന ഒരു ഇന്ത്യ ആകണം ജനാധിപത്യത്തിൻ്റെ പുതിയ പാതയിലേക്ക് നടക്കേണ്ടത് എന്നതാണ് അതിലെ കാര്യം. അപ്പോൾ ഒരാൾ സംഘിയാണെന്നോ മറ്റേയാൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെന്നോ ഒക്കെ ആയാൽ കൂടിയും അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് വിശാലമായ തലത്തിൽ സംവദിക്കാനുള്ള മനസ്സാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. ചന്ദ്രൻ നായർ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ചന്ദ്രൻ നായർ, ഇത് എവിടെയായിരുന്നു? കുറേ ദിവസമായല്ലോ അങ്ങയെ കണ്ടിട്ട്. മനുസാറെ പറഞ്ഞോട്ടെ? പറഞ്ഞോ. മനുസാറെ, നമ്മുടെ ഇന്ത്യ രാജ്യമായിട്ട് നയതന്ത്ര ബന്ധങ്ങളിൽ ഏർപ്പെട്ടേക്കുന്ന ഒത്തിരി സമ്പന്ന രാജ്യങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയല്ലേ സാർ ഈ തമ്മിലടി? എന്ത് ഗതികേടാണ്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിനകത്തോ ഇന്ത്യക്കകത്തോ ഇത് കണ്ടതായിട്ട് മുമ്പ് നമ്മളിത് കാണേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കേരളത്തിലെ നിയമസഭയുടെ അവസ്ഥ ഇതങ്ങനെയല്ല. നമ്മുടെ പാർലമെന്റിലുള്ള കാര്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങൾ, നമ്മളെ ഇന്ത്യ രാജ്യവുമായിട്ട് നല്ല ബന്ധങ്ങളുള്ള രാജ്യങ്ങൾ, അവരിത് കാണുമ്പോൾ ഉള്ള നാണക്കേടിനെ പറ്റി സാറ് ഒന്ന് ആലോചിച്ച് നോക്കൂ സാർ. ദുരവസ്ഥയാണെന്നാണ് പറയുന്നത് അല്ലേ? ആണോ അല്ലേ സാർ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരിത് കാണുകയല്ലേ? കാണുന്ന നമ്മൾ വലിയ ഭാരതത്തിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയ ട്രഡീഷനെക്കുറിച്ച്, പാരമ്പര്യത്തെക്കുറിച്ച്, ജനാധിപത്യ ബോധത്തെക്കുറിച്ചൊക്കെ ലോകത്തിൻ്റെ പല പടത്ത് ചെന്ന് ഉദ്ഘോഷിക്കുമ്പോൾ അവർ കാണുന്ന ദൃശ്യം ഇതാണ്. അതിന് മുകളിൽ കയറി നിൽക്കുന്ന MP-മാർ. ഇത് ഇവര് മനസ്സിലാക്കട്ടെ, ഇവരെപ്പോഴെങ്കിലും മനസ്സിലാക്കി തിരുത്താൻ നോക്കട്ടെ. ഏതായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. കുറച്ച് ദിവസത്തിന് ശേഷം വന്നെങ്കിലും കൃത്യമായ വിലയിരുത്തലുകൾ നടത്തിയിരിക്കുന്നു. ജയകുമാർ, ശ്രീ ജയകുമാർ. ഹലോ സർ. ഗുഡ് ഈവനിങ്. എന്തുണ്ട് വിശേഷം? നമസ്കാരം സാറേ. നമസ്കാരം. ഈ ടെലിവിഷനിൽ ഈ സംഗതിയൊക്കെ കാണുമ്പോൾ ശ്രീ ജയകുമാറിന് എന്ത് തോന്നുന്നു? എനിക്ക് പറയാനുള്ളത് സാറേ, രണ്ട് കേസിനാണ് ഇവരിപ്പോഴ് ഈ പ്രശ്നമായത്. ഒന്ന്, ഇന്ത്യ മഹാരാജ്യം അംബേദ്കറിന് തീരെ എഴുതാൻ പോകുന്നതിട്ട്, അദാനിക്ക് തീരെ എഴുതാൻ പോകുന്നതിട്ടും, രണ്ട്, അംബേദ്കർ അധിക്ഷേപിച്ചത്. ഈ അംബേദ്കറെ അധിക്ഷേപിച്ചെന്നുള്ളത് നമ്മുടെ കേരളം മൊത്തം ഒന്നടങ്കം അത് തെറ്റ് തന്നെയാണെന്നാണ് ഉള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ശരിക്കും അത് മോശമാണ് അത് ചെയ്തത്. അംബേദ്കർ അവമാനിച്ചാൽ നാളെ അവർ ഇനി എന്തെല്ലാം ചെയ്യുമെന്നുള്ളത് പറയാൻ പറ്റില്ല. ഭരണഘടന മാറ്റി എഴുതണമെന്ന് പറഞ്ഞുകൊണ്ട് തുടക്കത്തിന്റെ ആദ്യ ഭാഗമായിരിക്കുമെന്ന് തോന്നുന്നു. ഇപ്പൊ ഒരു പഴഞ്ചൊല്ല് പറയും പോലെ, അമ്മയെ തല്ലിയാലും രണ്ടു വശം എന്ന് പറയും പോലെ, അതിനെ ന്യായീകരിക്കുന്ന ആൾക്കാരും ഇതിനകത്തൂടെ ശരിക്കും നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. താങ്കൾ ഏതായാലും കുറേ ദിവസങ്ങൾക്ക് ശേഷം പ്രതികരിച്ചു. ശശിധരൻ വയലാറിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ശശിധരൻ, ഗുഡ് ഈവനിങ്. ഈ സംഭവ വികാസങ്ങളൊക്കെ താങ്കളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നയാളാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ പാർലമെൻറ്റ് അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ്, അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത സമ്മേളന കാലം വരെ കാത്തിരിക്കണം ഒരു അടിപിടി കാണാൻ എന്ന് കരുതുന്ന ചില ആളുകളുമുണ്ട്. പക്ഷേ അങ്ങനെ അധപ്പതിക്കേണ്ട ഒന്നാണോ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ? വെരി ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പക്ഷേ അത് മനുവിനാണ്. പിന്നെ മൊത്തത്തിൽ പറഞ്ഞ ബാഡ് ഈവനിങ്. എന്താന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ ഈ വിഷയമാണ് സംസാരിച്ചത്.
അത് വേറെ രീതി. പിന്നെ രാഹുൽ ഗാന്ധിയുടെ വിഷയം മാത്രം പറഞ്ഞ ഇന്നലെ ഈ വിഷയം തന്നെയായിരുന്നു. ഇപ്പൊ പറയുമ്പോൾ ഞാൻ പറഞ്ഞ സഭ നേരെ നടത്തിക്കൊണ്ട് പോകേണ്ടത് പ്രതിപക്ഷത്തിനേക്കാൾ അല്പം കൂടി ചുമതലയുള്ളത് ഭരണപക്ഷത്തിനാണല്ലോ, ഭരണത്തലവനാണല്ലോ വേണ്ടത്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പാർലമെന്റ് ചെയ്ത പ്രസംഗം സത്യം പറഞ്ഞാൽ വളരെ ദുഃഖം തോന്നി. കാരണം എത്രയോ ഉന്നതന്മാരായ നേതാക്കന്മാർ നമ്മുടെ രാജ്യം ഭരിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഏകാധിപതിയെ പോലെ സംസാരിക്കുന്നതിൽ വളരെ വേദനയുണ്ട്. കാരണം പറഞ്ഞാൽ ഈ പറഞ്ഞ മുള്ളെണ്ണ എടുത്ത് നെഹ്റുവിന്റെ കാലം തൊട്ട് ഇങ്ങോട്ടുള്ള ഓരോ നേതാക്കന്മാരെയും മൺമറഞ്ഞു പോയ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി ഇവരെയൊക്കെ എടുത്തിട്ട് അലക്കി പൊളിച്ച്. അപ്പൊ ഇത് കേട്ടോണ്ടല്ല മറ്റെമ്പിമാരൊക്കെ പറഞ്ഞു, എല്ലാം ചുരുക്കിയൊക്കെ പറഞ്ഞു. ഇത് എത്ര സമയം അങ്ങനെ പ്രസംഗിച്ചതില് ഭൂരിപക്ഷം സമയം ഇതിനു വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത്. പക്ഷെ ഇത് എങ്ങോട്ടാണ് ഈ പോക്കെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എംപിമാരെ ജയിച്ചു വരുന്ന പലരുടെയും ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അറിയാം ഇവരൊന്നും ആയോ അതിന് യോഗ്യരല്ല. പിന്നെ ഭൂരിപക്ഷം കിട്ടിയ പോയതുകൊണ്ട് എന്തു ആകാമെന്ന് വിചാരിക്കാൻ പാടില്ല. പ്രതിപക്ഷത്താണെങ്കിലും ശരി അവരെ ബഹുമാനിക്കണം. കുറെ പ്രതിപക്ഷ ബഹുമാനം വേണം. അതൊട്ടും ഇല്ലാതെ പോകുന്നതാണ് ഇതിന്റെ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇതിന്റെ ഇടയ്ക്ക്, ഇത് ഈ വിഷയത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രാജനുണ്ടല്ലോ, രാജൻ കൊല്ലത്ത്, എനിക്ക് വ്യക്തിപരമായിട്ട് ആരെയും പറഞ്ഞ ഇഷ്ടമല്ല. അദ്ദേഹം ഉപയോഗിക്കുന്ന സമയം മുഴുവനും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഹിരൺ ശ്രദ്ധിച്ചല്ല, പിന്നെ മനു ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മുഴുവനും കോൺഗ്രസ് നേതാക്കന്മാരെ കളിയാക്കാൻ വേണ്ടി മാത്രം. ഒരു ബന്ധവുമില്ല, രാഷ്ട്രീയത്തിലില്ലാത്ത ഒരു വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ കൂടി പോകണ്ടത്തേറ്റ് പറഞ്ഞത്. അതിനൊക്കെ പരിഹാരം കാണണമെങ്കിൽ സതീശൻ മന്നും, അതിനൊക്കെ വേണമെങ്കിൽ മറ്റേ സുധാകരൻ മന്നും, അതുപോലെ അങ്ങനെയല്ല. ഇത് മാത്രമേ പറയാറുള്ളൂ പുള്ളി. എനിക്ക് സങ്കടം വന്നതാണ്. പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. പുള്ളി ഒരു എംപിയോ ഒരു MLA ആക്കാൻ എനിക്കൊരു വോട്ടറായിരുന്നു ഞാൻ ചെയ്തേരും. കാരണം അങ്ങനെയെങ്കിലും പോയി ഇതൊന്നും നന്നാകുമല്ലേ, കേൾക്കണമെങ്കിൽ കേൾക്കാൻ വേണ്ടാ പറഞ്ഞു. എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം കുറച്ചും കൂടെ ഒക്കെ പൊതുരംഗത്ത് വരികയാണെങ്കിൽ വിജയിക്കാൻ സാധ്യതയൊക്കെ ഉള്ള ആളാണ്. കാര്യങ്ങൾ തീർച്ചയായും കേരള മുഖ്യമന്ത്രിയോ ഒരു MPയോ പ്രധാനമന്ത്രി ആകാൻ വലിയ പാടാ. ആരെങ്കിലും ആകാൻ പുള്ളിക്ക് പറ്റിയെങ്കിൽ നാട് നന്നായി പോകുമെന്ന് എനിക്ക് ആ സഹോദരൻ, എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇഷ്ടമാണ്. പക്ഷെ മനു എനിക്കും ഇഷ്ടമാണ്. പക്ഷെ എല്ലാ ദിവസവും ഇതാകുമ്പോൾ നമുക്കൊരു സുഖം തോന്നുമോ? പോട്ടെ, ഏതായാലും യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശിവജി എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശിവജി കുറേ ദിവസമായി പൊതുവേദിയിലേക്ക് വിളിക്കാറില്ല, സംസാരിക്കാറില്ല എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദീപുവും തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിനു മുമ്പ് മോഹൻദാസ് എന്നൊരു പ്രേക്ഷകൻ എഴുതിയിരിക്കുന്നു, ജനാധിപത്യത്തിനായി ഭരണഘടനയും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന 99 സീറ്റ് കിട്ടിയ പ്രതിപക്ഷ നേതാവിൻ്റെ പക്വതയും തുറന്നു പറയുന്നതിൽ ക്ഷമിക്കുക, വിവരമില്ലായ്മയാണ് എന്ന് പറയുന്നു മോഹൻദാസ്. എന്തൊരു വൃത്തികേടാണ് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ ഇന്ത്യൻ പാർലമെൻറ്റിൽ നടക്കുന്ന MPമാർക്ക് പാർലമെൻറ്റിൽ എങ്ങനെ പെരുമാറണമെന്നൊരു ക്ലാസ് കൊടുക്കേണ്ട ഗതികേടിലാണ് എന്ന് പറയുന്നു സുഭാഷ്. ജനതയ്ക്ക് പ്രതിപക്ഷ മര്യാദ കാണിക്കാൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും സുഭാഷിൻ്റെ ഇത് വളരെ കൃത്യമായ ഒരു പ്രതികരണമാണ്. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ എങ്ങനെ പെരുമാറണമെന്ന് പരിശീലിക്കേണ്ടവരാണ് ഓരോ MPമാരും. കാരണം ജനാധിപത്യം നിലനിർത്തണം എന്നാഗ്രഹിക്കുന്ന ഈ നാട്ടിലെ ഓരോ മനുഷ്യനും അവരിൽ അത്രമാത്രം വിശ്വാസമാണ് അർപ്പിക്കുന്നത്. ഞാൻ ഇപ്പോൾ ശ്രീ ദീപു നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ദീപു തിരുവനന്തപുരത്തു നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ഈ സമ്മേളനം നടക്കുന്നതിൻ്റെ തുടക്കം മുതൽ തന്നെ കല്ലുകടിയാണ്. ആദ്യം ലോക്സഭ ആദ്യത്തെ ഒരാഴ്ച ചേർന്നത് വെറും 75 മിനിറ്റുകളാണ്. ആദ്യത്തെ ഒരാഴ്ച. ആ 75 മിനിറ്റിൽ എന്ത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും, എന്ത് കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. ബഹളം വെച്ചത് കൊണ്ട് മാത്രം വിഷയങ്ങൾ ശക്തമാകും എന്ന് കരുതാനാകുമോ പാർലമെന്റിൽ? മനു, എന്റെ അടുത്തൂടെ ഒന്ന് ചോദിക്കുക. ദീപുനെ കണ്ടിട്ട് കുറെ ദിവസം ആയല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസമല്ലേ നമ്മൾ സംസാരിച്ചത്. അല്ലാതെ എല്ലാവരോടും ഈ എന്നും വിളിക്കുന്നവരോടും മനു അത് ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊരാഗ്രഹം. പിന്നെ അതുപോലെ മനു, നമ്മള് ഈ ഒരാളെ, അതായത് കമ്മ്യൂണിസ്റ്റുകാരോട് എന്ത് അങ്ങോട്ട് ദേഷ്യം ഉണ്ടെങ്കിൽ എന്ത് വൃത്തികേടും പറയാന്നുള്ള നില നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത് കേട്ടോ. അതായത് റഹീം ഒരു കോട്ടിട്ട ഈ അമേരിക്കൻ പൗരന് എന്താ കുഴപ്പം? റഹീം വളവളാന്നടിക്കുന്ന റഹീം പറയുന്ന കേൾക്കുമ്പോൾ അയാൾക്ക് ചൊറിച്ചിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കുരുപൊട്ടലാതി ലേഹ്യം വാങ്ങിച്ചിട്ട് അമേരിക്കയ്ക്ക് അയച്ചു കൊടുക്കുക പാഴ്സൽ. അയാൾ ഇരുന്ന് ആ ചൊറിയുന്നിടത്ത് തേക്കട്ടെ.
പിന്നെ കമ്മ്യൂണിസത്തിനെ കുറിച്ച് അംബേദ്കർ എന്തൊക്കെയോ പറഞ്ഞു. അംബേദ്കർ എല്ലാവരും വിമർശിച്ചിട്ടുണ്ട്. വിമർശനം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ആ രാഷ്ട്രീയത്തിൻ്റെതായിട്ട് അദ്ദേഹം ബുദ്ധനും അവന്റെ ധർമ്മവും എന്ന് പറയുന്ന ഒരു പ്രബന്ധം എഴുതിയിട്ടുണ്ട്. ആ പ്രബന്ധത്തിൽ അദ്ദേഹം എന്താണ് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറയുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ വർഗപരമായി മനുഷ്യരെ കാണുന്നു, എന്നാൽ ഇന്ത്യയിലുള്ള ജാതി അടിച്ചമർത്തലുകളെ കാണുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ തോന്നലാണ്. ഇങ്ങനെ ഒരു വിമർശനം അതിന്റെ ബ്യൂട്ടിഫുൾ വിമർശനങ്ങളാണ് നടത്തുന്നത്. അതുപോലെ ഇവരൊക്കെ പറയുന്നത് പോലെയാണോ പറയുന്നത്? ഒരാൾക്ക് രാഹുൽ ഗാന്ധി അത് പറയുന്നു, കഴിഞ്ഞ പ്രേക്ഷകൻ പറയുന്നത്, അദ്ദേഹം പിണറായി വിജയനെ കുറിച്ച് പലതും പറയുന്നില്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി ഈ കാര്യത്തെ കുറിച്ച് സംസാരിച്ചാല് മനു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ പാർലമെന്റിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്ന ഏതെങ്കിലും ജനങ്ങളെ ബാധിക്കുന്ന വിഷയം ചർച്ച ചെയ്യാൻ ഭരണപക്ഷം എന്തെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഒരു അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ നമ്മുടെ നിയമസഭയിൽ എത്രയോ അനുമതി കൊടുത്തിട്ടുണ്ട്. ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ പലപ്പോഴും ഈ ലോകസഭ ടി വി കാണുന്ന പ്രതിപക്ഷം സംസാരിക്കാൻ എണീക്കുമ്പം അപ്പൊ തുടങ്ങും ഈ ധൻഖറിനും ആയാലും ഈ പറയുന്ന മറ്റേ ഈ ബിർളയ്ക്കും തുടങ്ങും ഇരിക്കും. അവരെന്താ, അവർക്ക് സംസാരിക്കണ്ടേ? അവർക്ക് സമയത്തിന് അനുവദിച്ചിട്ടുണ്ട്, ചിലപ്പോൾ സമയം കുറവായിരിക്കും. പക്ഷെ ഭരണപക്ഷം വരുമ്പം, പ്രധാനമന്ത്രി വരുമ്പോ ജയ് ഹേ വിളിയാണ് ഇവിടെ പാർലമെന്റില്. ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു ജനങ്ങളെ ബാധിക്കുന്ന വിഷയം പ്രതിപക്ഷം അവതരിപ്പിച്ചിട്ടില്ല. കോൺഗ്രസ് അവതരിപ്പിച്ചിട്ടില്ലായിരിക്കാം, പക്ഷെ മറ്റുള്ള പ്രതിപക്ഷം അവതരിപ്പിക്കുന്നില്ല. ആം ആദ്മി, CPM പോലുള്ള ആൾക്കാരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ ലൈവ് കൊടുക്കുന്നില്ല. രാഹുൽ എണീറ്റാലോ പ്രിയങ്ക എണീറ്റാലോ ലൈവ് കൊടുക്കും. അവർ വന്നിരുന്ന് ഹിമാചൽ പ്രദേശിനെ കുറിച്ച് അവിടെ അതാണ് ഇതാണെന്ന് പറയും. ഇവിടെ നമ്മുടെ ഈ തൊഴിലില്ലായ്മയെ കുറിച്ചിട്ട് എത്രയോ സംസാരിച്ചിട്ടില്ലേ? ഇവിടെ നമ്മുടെ ഞാൻ പറയട്ടെ കേട്ടോ, വെക്കല്ലേ, പ്രൈവറ്റൈസേഷനെ കുറിച്ചിട്ട് നമ്മുടെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റു തൊലച്ച് മുച്ചൂട് മുടിച്ച ഈ BJPയുടെ ഈ പ്രവർത്തനത്തെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ലേ? അതിനെ അനുവദിക്കുന്നുണ്ടോ? അതിനെ കുറിച്ചിട്ട് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നുണ്ടോ? ഇതൊന്നും കൊണ്ടുവരുന്നില്ല. വയനാടിനെ കുറിച്ചിട്ട് എന്ത് കാര്യമാണ് ഇവര് സംസാരിച്ചിട്ടുള്ളത്? ഇപ്പോഴും ഈ രാഹുൽ ഗാന്ധി ആയാലും പ്രിയങ്ക ഗാന്ധി ആയാലും ഈ കോൺഗ്രസ് പോലും അവിടെ ഒരു സമരം നടത്തിയിട്ടുണ്ടോ? ഈ സമരം ആ വയനാടിന് വേണ്ടി സ്വന്തം പാർലമെന്റ് മണ്ഡലമല്ലേ, മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് ഈ പ്രധാനമന്ത്രി അവിടെ സംസാരിച്ചിട്ടുണ്ടോ? ഇതൊന്നും സംസാരിക്കാതെ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കിയിട്ട് വെറുതെ ഒരു ഭരണപക്ഷത്തിന് വേണ്ടി നടത്തുന്ന ഒരു സഭയായിട്ട്, കൗരവ സഭയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു ശകുനിയായിട്ട് ഈ സ്പീക്കർ, ഈ ഉപരാഷ്ട്രപതി മാറുന്നുണ്ട് എന്നുള്ളതിനകത്ത് പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. കാരണം ആ നിലയ്ക്കല്ല പോകേണ്ടത്. ജനങ്ങളുടെ വിഷയം സംസാരിക്കണമെന്നേ. ആ സംസാരിക്കുന്ന പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അല്ല, അവിടെ മറ്റുള്ളവരും ഉണ്ട്. അവരുടെ പ്രസംഗങ്ങൾ കേൾക്കണം. ആ പ്രസംഗങ്ങൾ കേട്ടു നോക്ക്. മൊഹിത മൊയ്ത്ര ഏതാ ഒരു DMC, പിന്നെ AAPയുടെ സഞ്ജയ് സിംഗ് ആരോ, അതുപോലെ സമാജ്വാദി പാർട്ടി, ഇങ്ങനെയുള്ളവരൊക്കെ അവിടെ നമ്മുടെ തിരുച്ചി ശിവ DMKയുടെ ഫയർ ബ്രാൻഡ് അവരൊക്കെ സംസാരിക്കുമ്പോൾ ഇവരൊക്കെ മുള്ളും ഇവര്. എന്നിട്ട് ഈ സംസാരങ്ങളൊന്നും നമ്മൾ കാണിക്കില്ല. നമ്മളൊക്കെ തെരഞ്ഞു പോയി പാർലമെന്റ് പോയി കാണണം. നിങ്ങൾ കാണിക്കണം. നിങ്ങളെയും ഞങ്ങളോട് വിമർശിക്കുകയാണ്. ഈ പറയുന്ന രാഹുലിന്റെയും പ്രിയങ്കയുടെയും മാത്രമല്ല കാണിക്കേണ്ടത്, ഇവരുടെയൊക്കെ കാണിക്കുമ്പോഴാണ് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്, എന്താണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്നൊക്കെ പുറത്തു വരും. ആ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ BJP ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. രാജ്യത്തെ മുച്ചോടും മുട്ടിപ്പിച്ചു പോകുന്ന ഈ ഭരണം എങ്ങനെയും എറിയേണ്ടതും ജനങ്ങളെ തുറന്നു കാണിക്കേണ്ടതും ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സണ്ണി അഗസ്റ്റിൻ കട്ടപ്പനയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ സണ്ണി അഗസ്റ്റിൻ, പാർലമെൻറ്റിൻ്റെ ശൈത്യകാല സമ്മേളനമാണ്. കട്ടപ്പനയിലും ഇപ്പോൾ ചെറിയ തണുപ്പൊക്കെ ആയിരിക്കും. പക്ഷേ പാർലമെൻറ്റിൽ ശൈത്യകാല സമ്മേളനമാണെങ്കിലും അവിടെ ചൂട് പിടിച്ച അടിയും ലഹളയുമൊക്കെയാണ് കഴിഞ്ഞത്. കട്ടപ്പനയിലെല്ലാം ശാന്തമാണ് അല്ലേ? കട്ടപ്പനയിലെല്ലാം ശാന്തമെന്ന് പറയാനില്ല. ഇവിടെ CPM ഭരണത്തിന്റെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു. അങ്ങനെ പോയിരിക്കുന്നു. പാർലമെന്റിൽ ഇപ്പം 10 വർഷമായിട്ട് ഭരണകക്ഷിയിലുള്ള എല്ലാം നല്ല ബുദ്ധിമാന്മാരും ഈ ഇന്ത്യയിലുള്ള ബാക്കിയുള്ള നേതാക്കന്മാരും മന്ദബുദ്ധികളും ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് അവരെന്തെങ്കിലും വായി തോന്നുന്നു വിളിച്ചു പറയും, അത് ഇവർ ഏറ്റെടുത്ത് അവിടെ കിടന്ന് ബഹളം വെക്കുന്നു. ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ ഈ ലോകം മുഴുവൻ കണ്ട് നാണം കെടുകയും ചെയ്യും. നമ്മുടെ ഇന്ത്യ ജനം ഒന്നടങ്കം നാണം കെടും. അല്ല, പാർലമെന്റിൽ ഈ 4 MP-മാരല്ല നാണം കെടുന്നത്. അപ്പോൾ ഇത് ചെയ്തിട്ടാണെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ബുദ്ധി ഉദിച്ചെങ്കിൽ മാത്രമേ BJP ഇട്ട് കൊടുക്കുന്ന അപകടത്തെ കടിക്കാതെ ബുദ്ധിപൂർവ്വം പോയാൽ
വലിയ കുഴപ്പമില്ലാതെ ഇനി 5 വർഷം മുന്നോട്ട് പോവാം. അല്ല പാർലമെന്റ് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും, നമ്മുടെ നികുതി പണം ഇവരെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാജ എന്നൊരു പ്രേക്ഷകർ എനിക്കൊരു സന്ദേശം അയച്ചിരിക്കുന്നു. RSS സർസംഘ് ചാലക് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, അത് ചർച്ചയാക്കാമോ എന്നാണ്. അത് ഞങ്ങൾ വാർത്ത കൊടുത്തിരുന്നു. സ്വാഭാവികമായും ഈ എല്ലാ പള്ളികളുടെയും പുറകിൽ പോയി അവിടെ ശിവലിംഗമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട എന്ന് 1.5 വർഷം മുമ്പ് RSS സർസംഘ് ചാലക് പറഞ്ഞിരുന്നു. ഇന്ന് അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ പ്രസക്തമായ ഒരു പ്രസ്താവന ഇറക്കി. അത് എല്ലാ പള്ളികളിലും ചെന്ന് തർക്കമുണ്ടാക്കേണ്ട കാര്യമില്ല, അങ്ങനെ തർക്കമുണ്ടാക്കുന്നവർ വിചാരിക്കുന്നവർ ഹിന്ദു നേതാക്കൾ ആകും എന്നാണ്. പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ഏതായാലും ഈ മന്ദിർ മസ്ജിദ് തർക്കങ്ങൾ ഇല്ലാതെ എല്ലാവരും ഒന്നിച്ചു പോകുന്ന, എല്ലാവർക്കും സഹവർത്തിത്വത്തോടെ പോകാൻ കഴിയുന്ന ഒരു നാട് വേണം എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അത് ലോകത്തിന് അങ്ങനെ കാണിച്ചു കൊടുക്കണം എന്നാണ് ആവശ്യം. ഏതായാലും അത് ചർച്ച ചെയ്യുന്നതിൽ തെറ്റില്ല. അങ്ങനെയുള്ള നമ്മൾ ഒരുമിച്ച് പോകുകയും ഒന്നായി ജീവിക്കുകയും ചെയ്യണമെന്ന എല്ലാ ആഹ്വാനങ്ങളെയും ആര് നടത്തിയാലും അത് നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. ജിയോവ പറയുന്നു, പാർലമെൻറ്റിൽ നടുക്ക് കാണാം ഭരണപക്ഷം ആഗ്രഹിക്കുന്നില്ല, പാർലമെൻറ്റ് നടന്നു കാണാൻ ഭരണപക്ഷം ആഗ്രഹിക്കുന്നില്ല എന്ന് ജിയോവ പറയുന്നു. ജിയോവയുടെ ഒരു ആരോപണം അങ്ങനെയാണ്. ജയ എന്നൊരു പ്രേക്ഷക കൊല്ലത്ത് നിന്ന് വിളിക്കുന്നുണ്ട്, നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. ശ്രീമതി ജയ സാധാരണ പൊതുവേദിയുടെ ആദ്യഘട്ടത്തിലോ അല്ലെങ്കിൽ മധ്യത്തിലോ ഒക്കെയാണ് വിളിക്കാറുള്ളത്. ഏറ്റവും ഒടുവിലായി പോയത് എന്തുകൊണ്ട്? മനു, നമസ്കാരം. നമസ്കാരം. ഞാൻ 10 കോള് വിളിച്ചിട്ട് 11ാമത്തെ കോളാണ് എനിക്ക് കണക്ട് ചെയ്ത് കിട്ടിയത്. ഹസ്ബൻഡ് എന്റെ വിഷമം കണ്ട ഹസ്ബൻഡ് അദ്ദേഹത്തിന്റെ ഫോണിൽ കൂടെയും വിളിച്ചു. പക്ഷേ സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവ് അടുത്തുണ്ടാകുമ്പോൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആള് തന്നെയാണ്. പൊതുവേദിക്ക് അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞോട്ടെ മനു, പൊതുവേദിക്ക് അദ്ദേഹത്തോട് ഞങ്ങളുടെ അഭിവാദ്യങ്ങളും കൂടി അറിയിക്കണം. കാരണം സ്നേഹത്തോടു കൂടി സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വേണ്ട കേട്ടാ, പുള്ളി ഒരു BJP-കാരനാണ്. അപ്പൊ BJP ഞാൻ പറഞ്ഞോട്ടെ. യെസ്. പിന്നെ ഈ 60 കൊല്ലം ഇന്ത്യ ഭരിച്ചെന്നും പറഞ്ഞോണ്ടല്ലേ ഇവര് കിടന്ന് ബഹളം വെക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും പിന്നെ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഇപ്പം പ്രിയങ്കയും കൂടെ ചേർത്ത് ആക്ഷേപിക്കുന്ന ഈ സമയം ഉണ്ടെങ്കിൽ അവർക്കൊരു നല്ല കാര്യത്തിനെ കുറിച്ചൊരു ഡിബേറ്റ് ചെയ്തൂടെ? മണിപ്പൂരിൽ എന്തൊക്കെ പ്രശ്നം, സംഭാലിൽ എന്തൊക്കെ പ്രശ്നം, ഇതൊക്കെ പറയുമ്പോഴേ അവരെ വായിക്ക് അടപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഭരണപക്ഷം. ജയയുമായുള്ള ടെലിഫോൺ ലൈനിൽ എന്തോ തകരാർ സംഭവിച്ചു. ശ്രീമതി ജയ പറഞ്ഞത് വളരെ വ്യക്തമായ ഒരു കാര്യം. അത് തുടക്കാദ്യ ലൈനിൽ തന്നെ അതിന്റെ കാര്യമുണ്ടായിരുന്നു. ഒട്ടനവധി വിഷയങ്ങൾ രാജ്യത്തെ ബാധിക്കുന്നുണ്ട്. ആ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട ഇടം കൂടിയാണ് പാർലമെൻറ്റ്. മാത്രമല്ല, ഏതായാലും ശ്രീമതി ജയ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയും ഭർത്താവ് BJP-യെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ അവരിരുവരും പൊതുവേദിയിലേക്ക് ഒരുമിച്ച് വിളിക്കാൻ കൂട്ടായി പ്രയത്നിക്കുന്നു. അങ്ങനെ ഈ കുടുംബത്തെ നോക്കി പഠിക്കേണ്ടതുണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിനും എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകാം, ആശയധാരകളുണ്ടാകാം. പക്ഷേ എല്ലാവർക്കും അവസരങ്ങൾ കൊടുത്തുകൊണ്ട്, എല്ലാവരെയും സംസാരിക്കാൻ അനുവദിച്ചുകൊണ്ട് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം കാണിക്കേണ്ട ഇടമാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. അതിങ്ങനെ കോപ്രായങ്ങൾക്കും അപഹാസ്യതകൾക്കും ഒരിടമാകാൻ മാത്രം അനുവദിക്കാൻ നമുക്കാകില്ല. സാധാരണക്കാരൻ്റെ നികുതിപ്പണം കൊണ്ട് ഈ സർക്കസ് മുന്നോട്ട് പോയിക്കൂടാ. എല്ലാവർക്കും ഈ പൊതുവേദിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ഒപ്പം ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ഈ വിഷയത്തിൽ പ്രതിപക്ഷം മാത്രമാണോ ഉത്തരവാദി എന്ന്, പ്രതിപക്ഷം മാത്രമാണ് ഉത്തരവാദി എന്ന് പറയുന്നു 44% ആളുകൾ. അതേസമയം അല്ല, ഭരണപക്ഷത്തിനും അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറയുകയാണ് 56% ആളുകൾ. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.